നമസ്കാരം, ഫയറിലേക്ക് സ്വാഗതം. ഇടത് സർക്കാരിന്റെ അധികാര തുടർച്ച ലക്ഷ്യമിട്ട് LDF ഇടതിനെ ഇറക്കി ഭരണാധികാരം കൈയാളാൻ UDF. നമ്മൾ ഈ സംസാരിക്കുന്ന നേരത്ത് കേരളത്തിലെ കുറഞ്ഞത് 3-4 പട്ടണങ്ങളിലെങ്കിലും ഇരുമുന്നണികളുടെയും ഒന്നാം നിര നേതാക്കൾ നയിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്രകളുടെ സ്വീകരണ യോഗങ്ങൾ നടക്കുകയാണ്. നാട് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഏതാണ്ട് പൂർണ്ണമായി വീണു കഴിഞ്ഞു. ഒരേ മുന്നണി ദീർഘകാലം ഭരിച്ചാൽ ദുരധികാരത്തിലേക്ക് വഴിമാറുമോ എന്നൊരു വിവാദം പൊടുന്നനെ പൊട്ടി വീണു. നേരത്തെ സംസാര വിഷയമായ കാര്യമാണെങ്കിലും മനോരമ പത്രത്തിൽ വന്ന സച്ചിദാനന്ദൻ മാഷുടെ അഭിമുഖം ആ വിവാദത്തിന് വീണ്ടും ചൂടുപകർന്നിരിക്കുന്നു. അധികാരം നൽകുന്ന അമിത ആത്മവിശ്വാസം, പാർട്ടിയിലേക്കുള്ള അധികാര കേന്ദ്രീകരണം, ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ദുഷ്ബാന്ധവം, വിമർശനങ്ങളെ നിസ്സാരവൽക്കരിക്കൽ, വിധം പ്രവണതകൾ വ്യാപകമാകുമെന്നും അത് ഇടതിനെ ഇടതല്ലാതാക്കുമെന്നുമാണ് ഇടതുപക്ഷത്തിന്റെ തന്നെ ക്രിട്ടിക്കൽ ഇൻസൈഡറായ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ ഉയർത്തിവിട്ട വിമർശനം. ഇതേ വിമർശനം കാരശ്ശേരി മാഷും സാറാ ജോസഫും മുമ്പേ പങ്കിടുന്നതാണ്. അതേവേളയിൽ തന്നെ ഇതിന്റെ എതിർവാദവുമുണ്ട്. ഭരണസ്ഥിരത നയരൂപീകരണത്തിലും സ്ഥിരതയുണ്ടാകും, നയസ്ഥിരത വികസനത്തിന് തുടർച്ചയുണ്ടാക്കും, ദീർഘകാല പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കാൻ സഹായിക്കും. കേരളവും ബംഗാളും ത്രിപുരയുമല്ല, കേരളം വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ്. സജീവമായ മാധ്യമ വിമർശനമുള്ള നാടാണ്. സാമൂഹിക മാധ്യമങ്ങൾ നിതാന്ത ജാഗ്രതയോടെയുണ്ട്. ഭരണ തുടർച്ച ദുരധികാരത്തിലേക്കല്ല, മറിച്ച് ഉത്തരവാദിത്വമുള്ള സ്ഥിരതയിലേക്കാകും കേരളത്തെ നയിക്കുക എന്ന അഭിപ്രായവും സാംസ്കാരിക രംഗത്ത് തന്നെ ഉയരുന്നുണ്ട്. വിവാദം രാഷ്ട്രീയ മണ്ഡലത്തിലേക്കും പടരുമ്പോൾ ഈ വിഷയം ഫയർ ഇന്ന് ചർച്ചയ്ക്ക് വയ്ക്കുന്നു. തുടർഭരണം CPIM-നെ ദുഷിപ്പിക്കുമോ? ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഫയർ ചോദിച്ച ചോദ്യം ഇതാണ്: തുടർഭരണം CPIM-നെ ദുഷിപ്പിക്കുമോ? ഇതുവരെ വന്ന വോട്ടിംഗ് പ്രകാരം 72% പേർ അതെയെന്നും 27% പേർ അല്ല എന്നും പറയുന്നുണ്ട്. 1% ആളുകൾക്ക് അഭിപ്രായമില്ല, വോട്ടിംഗ് തുടരുകയുമാണ്. ഇന്നിപ്പോൾ നമ്മുടെ ചർച്ചയിൽ അതിഥികളായി എത്തുന്നത് CPIM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് KS അരുൺകുമാറാണുള്ളത്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് അനിൽ ബോസ് ഉണ്ട്. ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനും ചിന്തകനുമായ സണ്ണി M കപ്പിക്കാട് കൂടി ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. ആദ്യം അഡ്വക്കേറ്റ് KS അരുൺകുമാറിലേക്കാണ് ഞാൻ പോകുന്നത്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു നറേറ്റീവ് അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പതിയെ ചർച്ചയായി സജീവമാകുന്ന ഒരു വിഷയമാണ്. ഇതിപ്പോൾ ഈ ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡറായി നിൽക്കുന്ന സച്ചിദാനന്ദ മാഷ് കൂടി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ ചർച്ചയായി അത് മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു തുടർഭരണം ഉണ്ടാകുന്നത് CPIM-ന് ഒരു മോശം സ്വഭാവത്തിലേക്ക്, CPIM-നെ ഒരു മോശം സ്വഭാവത്തിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ള വിലയിരുത്തലിനോടുള്ള CPIM-ന്റെ പ്രതികരണം എന്താ? ഒരു കവി, സാഹിത്യകാരൻ, അതുപോലെ തന്നെ ഒരു തർജിമക്കാരൻ എന്ന രൂപത്തിലെല്ലാം വളരെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് സച്ചിദാനന്ദൻ മാഷ്. മലയാളത്തിന്റെ സാഹിത്യത്തിനും കവിതയ്ക്കുമെല്ലാം അദ്ദേഹം നൽകിയ സംഭാവന അതുല്യമായിട്ടുള്ള സംഭാവന തന്നെയാണ്. എല്ലാ ബഹുമാനത്തോടെയും തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഈ പ്രസ്താവനയോട് യോജിക്കാൻ കഴിയില്ല. കാരണം കാലമല്ല, നയമാണ് പ്രധാനം. ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ കാലം വിലയിരുത്തിക്കൊണ്ടല്ല ആ ഗവൺമെന്റിനെ വിലയിരുത്തേണ്ടത്. ആ ഗവൺമെന്റിന്റെ നയങ്ങൾ എന്തായിരുന്നു, ആ നയങ്ങൾ നടപ്പാക്കിയിരുന്നോ, ജനപക്ഷത്തുള്ള നയങ്ങളാണോ ആ ഗവൺമെന്റ് തുടരുന്നത് എന്നത് സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് വിലയിരുത്താം. ഇപ്പോൾ 10, 30, 40 കൊല്ലം ഭരിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിലും ശരിയായ നയങ്ങൾ തുടർന്നുകൊണ്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ആ ഗവൺമെന്റിനെ വിലയിരുത്താം. ചെറിയ കാലഘട്ടത്തിലാണെങ്കിൽ പോലും ശരിയായ നയം നടപ്പാക്കിയിട്ടും ഭരണ തുടർച്ച കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ ആ രൂപത്തിൽ വിലയിരുത്താം. പക്ഷേ മാഷ് വിലയിരുത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. മാഷ് ഏതെങ്കിലും തരത്തിലൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചില്ല. കാരണം ഇന്നന്ന പ്രവർത്തികൾ അത് ഗവൺമെന്റിന്റെ ഭരണ തുടർച്ചയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി, അല്ലെങ്കിൽ ക്രമസമാധാന നില, അല്ലെങ്കിൽ അഴിമതി, അല്ലെങ്കിൽ വികസന മുരടിപ്പ്, ഇന്നന്ന മേഖല ഭരണ തുടർച്ച മൂലം അത് പൂർത്തീകരണത്തിലേക്ക് വന്നില്ല, താഴേക്ക് പോയി എന്ന് ഉദാഹരണ സഹിതമാണ് പറഞ്ഞതെങ്കിൽ നമുക്കതിൽ സംവദിക്കാമായിരുന്നു. മറിച്ച് കാലം മാത്രം പറയുന്ന ഒരു സാഹചര്യമാണ്. മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെ തകർക്കാൻ വർഗീയ പക്ഷത്ത് നിന്നുകൊണ്ട് കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, ആ ഇടപെടലുകൾ കൂടുതൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ മാഷിന്റെ ഈ പ്രചരണം നമ്മളെ ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്ന, രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. അതൊരു അപക്വമാണ് എന്ന് തന്നെ ഈ അവസരത്തിൽ പറയേണ്ടി വരും. ഏതായാലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1 മാസം മുമ്പ് പത്രസമ്മേളനം നടത്തി UDF-ന്റെ കൺവീനർ ശ്രീ M ഹസൻ പത്രസമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചത്: ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, UDF അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും, UDF അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടും,
UDF അധികാരത്തിൽ വന്നാൽ ആർദ്രം പദ്ധതിയിലൂടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റം അത് ഞങ്ങൾ അവസാനിപ്പിക്കും എന്ന രൂപത്തിലാണ്. പക്ഷേ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. തുടർച്ചയായിട്ട് ഇപ്പോൾ 10 വർഷമാണ്. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി 5 ലക്ഷത്തിലധികം പേർക്ക് അടച്ചുറപ്പുള്ള വീട് കൊടുക്കാൻ സാധിച്ചതും 1,92,000 പേരുടെ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് മുന്നേറുന്നതും ഈ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണ വൈകല്യമായിട്ട് കണക്കുകൂട്ടാൻ കഴിയുമോ? ഒരു ദിവസം 120 പേർക്ക് പട്ടയം കൊടുക്കുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. 10 വർഷം തികയാൻ പോകുന്ന ഈ അവസരത്തിൽ 4,20,000 പേരെ ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി മാറ്റി. അതോടൊപ്പം തന്നെ ഒരു ദിവസം 87 പേർക്ക് സർക്കാർ നിയമനം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ്. കഴിഞ്ഞ 10 വർഷമായി സർക്കാർ ജോലിയിൽ പ്രവേശിച്ച ചെറുപ്പക്കാരികളോട് ചോദിച്ചാൽ അറിയാലോ, ഒരു ദിവസം 87 പേർക്ക്, ഒരു മാസം 2,600-ലധികം പേർക്ക്, ഒരു വർഷം 36,000-ഓളം പേർക്ക്. അങ്ങനെ ഓരോ മേഖല എടുത്ത് പരിശോധിക്കുക. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുമെന്ന് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച് 4.5 വർഷത്തെ എത്തിയപ്പോൾ ആ കേരളപ്പിറവി ദിനത്തിൽ അതിദരിദ്രരില്ലാത്ത നാടായി നമ്മുടെ നാടിനെ പ്രഖ്യാപിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുമ്പോൾ എങ്ങനെ കാലം കണക്ക് കൂട്ടി ഒരു ഗവൺമെന്റിനെ വിലയിരുത്താൻ കഴിയും? ഈ ഗവൺമെന്റ് എന്താണ് പ്രകടന പത്രികയുടെ ഭാഗമായി ജനങ്ങളോട് പറഞ്ഞത്? അതിൽ എത്രയാണ് നടപ്പാക്കിയത്? ഒന്നാം പിണറായി സർക്കാർ 600 കാര്യങ്ങൾ പറഞ്ഞു, 590 നടപ്പാക്കി. രണ്ടാം പിണറായി സർക്കാർ 900 കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് ആയപ്പോഴേക്കും നമ്മൾ 760ഓളം കാര്യങ്ങൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ ഇതേ അവസാന ഘട്ടമാണ്. കൃത്യമായി ജനങ്ങൾ ബോധ്യപ്പെടുക. ഇന്നിപ്പോ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നത് കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതിന്റെ സൗകര്യങ്ങളെ കുറിച്ചെല്ലാം ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. എത്രയോ വലിയ ബാക്കി വിശദാംശങ്ങളിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽ ബോസിലേക്ക് കൂടി പോവാൻ ഞാൻ. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തുടർ ഭരണം എന്നത് പാർട്ടിയെ ദുഷിപ്പിക്കും എന്നോ ആ ഭരണത്തെ ദുഷിപ്പിക്കും എന്നോ ഉള്ള നിലപാടിനൊപ്പം കോൺഗ്രസ് ഉണ്ടോ? ഞാൻ കർഷന്റെ ചോദ്യം അരുണിൻ്റെ ഉത്തരവും കേട്ട് ഞാനിങ്ങനെ അത്ഭുതം കൂറിയിരിക്കുകയായിരുന്നു. സച്ചിദാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്, ദേശീയ തലത്തിൽ വഹിച്ചിട്ടുള്ള ചുമതലകൾ, അദ്ദേഹത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം BJP-കാരനാണെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എപ്പോഴും മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുള്ള ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തിയിട്ടുള്ളത്. തെറ്റാണെങ്കിൽ തിരുത്താം. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരാൾ ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കരുത്, അല്ലെങ്കിൽ ത്രിപുരയിൽ സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കരുത് എന്ന് പറഞ്ഞാൽ പാർട്ടിയും പാർട്ടി ഓഫീസുകളും പാർട്ടി പ്രവർത്തകരും എല്ലാം ഒന്നിച്ച് സംഘപരിവാറുകാരായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യം പല ഓഫീസുകളും BJP ഓഫീസുകളാണ്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ സാങ്കത്യം. അതോടൊപ്പം തന്നെ പിന്നെ രാഷ്ട്രീയമായി ഞാൻ ആക്ഷേപിക്കുന്നില്ല. പശ്ചിമ ബംഗാൾ സംസ്ഥാനത്ത് ഇവർ 10-35 വർഷം ഭരിച്ചു എന്ന് അവകാശപ്പെടുന്ന സ്ഥലത്ത് അവിടുന്ന് ജീവിതത്തിൻ്റെ തൊഴിൽ തേടി ഇവിടെ മലയാളികളെക്കാൾ കൂടുതൽ ഇപ്പോൾ ബംഗാൾ സംസ്ഥാനത്തെ ആളുകൾ വന്ന് ജോലി ചെയ്യുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇവരുടെ വികസനത്തിൻ്റെ നേട്ടമുണ്ടെങ്കിൽ ഈ ആളുകളെല്ലാം അവിടുന്ന് പലായനം ചെയ്ത് കൂട്ടത്തോട് ഇങ്ങോട്ടൊന്നും വരേണ്ട, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത്തരം ഒരു ദുരവസ്ഥ മുൻകൂട്ടി കണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടക്കുന്ന ഗവൺമെൻറ് തെറ്റായ പോക്ക്, അതിലിവിടെ CPM പ്രതിനിധിയായിട്ടുള്ള എൻ്റെ സ്നേഹിതൻ ശ്രീ അരുൺ പറഞ്ഞത് അദ്ദേഹം കാര്യങ്ങൾ എണ്ണി പറഞ്ഞില്ലെന്നോ എന്നാണ്. അദ്ദേഹത്തിനെ പോലെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരാൾ ഒറ്റ വരി പറഞ്ഞാൽ മതി, അതിലെല്ലാം ഉണ്ട്. ഇനിയൊരു ഭരണം ഇടതുപക്ഷത്തിന് കിട്ടിയാൽ ഈ പ്രത്യയശാസ്ത്രം പേറുന്ന ആളുകളുടെ അവശിഷ്ടം പോലും ഇവിടെ ഉണ്ടാകില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ എല്ലാമായി. അങ്ങനെ പറയാനുള്ള ഒട്ടനവധി കാരണങ്ങൾ ഇവിടെ ഉണ്ട്. കെടുകാര്യസ്ഥതയുടെ ഒത്തിരി. അദ്ദേഹം പറഞ്ഞ പോലെ വീട്, ഭൂമി, എല്ലാ അവരുടെ മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇതിലൊന്നും ഞാനിപ്പോൾ ഒരു വിചാരണയ്ക്കില്ല. ഇവിടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. സച്ചിദാനന്ദ മാസ്റ്റർ പറഞ്ഞത് വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. അതിനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഒരു ചികിത്സയ്ക്ക് ചെല്ലുന്ന കുഞ്ഞിൻ്റെ കൈ മാറി മുറിക്കുന്നതിന് ആ കൈ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന് കരുതലാകാൻ കഴിയാത്തൊരു സർക്കാർ ഒരുപാട് നേട്ടങ്ങൾ പറഞ്ഞല്ലോ. ഒരു കുട്ടിയുടെ, പാവപ്പെട്ട കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയിട്ട് പകരം വേണ്ട, ഇനി അവർ അബദ്ധം പറ്റി, തെറ്റുപറ്റി, അതിൻ്റെ മാപ്പ് പറഞ്ഞ് സർക്കാരിൻ്റെതായ ഒരു സംരക്ഷണ കവചം ഒരുക്കാൻ
ആ കുട്ടിക്കൊരു അതിന് പോലും പ്രതിപക്ഷ നേതാവ് പകരം യന്ത്രസജ്ജമായ കൈമാറിയതിന് ശേഷമാണ് ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കണം. ഏറ്റവും ചെറിയൊരു കാര്യം, എന്നാൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. അതുൾപ്പെടെ പറയാൻ അഴിമതിയുടെ ഒരു കൂത്തരങ്ങാണ്. ഈ രാജ്യം കേട്ടുകേൾവിയില്ലാത്ത വലിയ സ്വർണ്ണക്കൊള്ള. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ മാസങ്ങളായി ജയിലിലാണ്. മനസ്സിലാക്കിക്കോണം, മാസങ്ങളായി ജയിലിലാണ്. അപ്പോൾ ഓരോ വിഷയങ്ങളും നമ്മൾ പറഞ്ഞാൽ അഴിമതിയിൽ അഴിമതി അതായത് ഹർഷ, എനിക്ക് സാങ്കേതിക പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു. താങ്കൾ ഇടപെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. മുഴുവിപ്പിക്കാൻ വേണ്ടി കാത്തുനിന്നാണ് ഞാൻ ഇടപെടാൻ തുടങ്ങുകയായിരുന്നു. എല്ലാവർക്കും ആദ്യം ഒരു 3 മിനിറ്റെങ്കിലും എല്ലാവരും സംസാരിക്കണം എന്നുള്ള ഒരു തീരുമാനമുള്ളത് കൊണ്ട് കാത്തിരുന്നതാണ്. പറഞ്ഞോളൂ. അല്ല, ഞാൻ തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല. ഞാൻ നീട്ടിപ്പിടിച്ച് പറയാനൊന്നും ഞാനില്ല. വളരെ വ്യക്തമാണ്. കേരളത്തിലെ ഗവൺമെൻറ് CPM-ന് വല്ല നിയന്ത്രണമുണ്ടോ? CPM-ന് നിയന്ത്രണമുണ്ടോ? ഇപ്പം സച്ചിദാനന്ദൻ പറഞ്ഞതിനെക്കുറിച്ച് പുകില് പറയുന്നു. ഈ മന്ത്രിയായിരുന്ന CPM-ൽ ജീവിച്ചിരിക്കുന്ന, ഞാൻ ആലപ്പുഴക്കാരനാണല്ലോ, ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാരിൽ VS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലീഡർ ആരെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ എതിരാളികളായ ഞങ്ങൾ പറയും. സംശുദ്ധമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന G. സുധാകരൻ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവർക്ക് മറുപടി ഉണ്ടോ? വ്യക്തമാണ്. സുരേഷ് കുറുപ്പ് ഒറ്റവരി കർഷ. കോട്ടയം ജില്ലയിൽ നിന്നും കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് സുരേഷ് കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ വിയോജിപ്പുകൾ അദ്ദേഹം പരസ്യമായി പാർട്ടിയെ തിരുത്താൻ വേണ്ടി നിലപാട് പറഞ്ഞു. വഴിയിൽ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? വഴിയിൽ നിൽക്കുകയാണ്. ഒരു അംഗീകാരമില്ലാതെ പാർട്ടിയിൽ നിന്ന് അയാൾ വിട്ടുപോകാത്ത അയാളുടെ വിശ്വാസം തീഷ്ണമായതുകൊണ്ടും അയാൾ വരുത്തുന്ന രാഷ്ട്രീയം ശരിയാണ് എന്ന് അയാൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. CPM-ലെ പിണറായി വിജയനോ അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കളോ ചെയ്യുന്ന നടപടികളോട് അദ്ദേഹം വിയോജിക്കുമ്പോഴും ആ ചേർത്ത് പിടിച്ച കൊടി കൈവിടാൻ അദ്ദേഹം തയ്യാറല്ല. ഈശ്വരൻ തയ്യാറല്ല. അതിന്റെ ഗൗരവം ഇപ്പോ ഞാൻ നേരത്തെ ശ്രീ അനിൽ ബോസിനോട് ചോദിച്ച അതേ ചോദ്യമാണ് എനിക്ക് ആവർത്തിക്കാനുള്ളത്. കാരണം അതിനകത്തൊരു പ്രത്യയശാസ്ത്രപരമായ ആശയപരമായ ഒരു വ്യക്തത കൂടി വേണമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ജനാധിപത്യത്തിൽ തുടർഭരണത്തിൽ ഇരുന്നാൽ ആ പാർട്ടി ദൂഷിക്കുമോ, അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നതാണ് ആ പാർട്ടിക്ക് ശക്തി ആർജിക്കാനുള്ള മികച്ച മാർഗം എന്നുള്ള വിലയിരുത്തൽ കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. അങ്ങനെയാണോ ജനാധിപത്യത്തിൽ? അല്ല, ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഒരു ജനാധിപത്യ സമൂഹം വളരെ സക്രിയമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ തുടർ ഭരണം ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയും അധികാര കേന്ദ്രീകരണത്തെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളത്. ജനാധിപത്യ സങ്കല്പത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിടികിട്ടുന്നൊരു കാര്യമാണ്. സച്ചിദാനന്ദ മാഷ് അതാണ് പറയുന്നത്. തുടർഭരണം പിണറായി വിജയൻ ചെയ്യണോ വേണ്ടോ എന്നുള്ള തർക്കമല്ലിത്. അതാണ് ബഹുമാനീയ അരുൺ മനസ്സിലാക്കേണ്ട കാര്യം. അത് തുടർഭരണത്തിലൂടെ ഒരു ഭരണാധികാരി തന്നെ ആവർത്തിച്ച് ഭരിച്ചുകൊണ്ടിരുന്നാൽ എന്ന് പറയുമ്പോൾ മോഡിക്കും ബാധകമായൊരു തത്വമായി പറയുന്നത്, പിണറായി വിജയനും ബാധകമായ തത്വമായി പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാളാണെങ്കിൽ അയാൾ എത്ര വർഷം വേണേലും ഭരിച്ചോട്ടെ എന്ന് പറയുന്നതിൽ എന്താ ജനാധിപത്യം ഇരിക്കുന്നത്? അങ്ങനെയല്ല. നമുക്ക് നമ്മളുടെ പ്രജകളുടെ മുഴുവൻ കാര്യവും നോക്കി നടക്കുന്ന ഒരു സ്വേച്ഛാധിപതിയെ അല്ല ആവശ്യം. മറിച്ച് മാറി മാറി വരുന്ന ഭരണത്തിന് മാറി വരാൻ കഴിയുമെന്നുള്ളൊരു അന്തരീക്ഷമാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾക്ക് ഇടം നൽകുന്നൊരു അന്തരീക്ഷത്തെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. ആ അർത്ഥത്തിലാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തെറ്റ് ചെയ്തോ കുറ്റം ചെയ്തു എന്നതല്ല അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അദ്ദേഹം പറഞ്ഞ ഏത് പരിസ്ഥിതിയിലായാലും ഒരു ഭരണാധികാരി തന്നെ തുടർ ഭരണം നടത്തുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയും അപകടവുമാണ്. അതിൻ്റെ കാരണം അത് അധികാര കേന്ദ്രീകരണത്തിന് കാരണമായി തീരും. കേരളത്തിൽ നമ്മൾ നോക്കൂ, അധികാര കേന്ദ്രീകരണം നടന്നു. പാർട്ടിയുടെ ഔദ്യോഗിക CPM ജീർണിക്കുമോ എന്നുള്ളതല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് കഥയെന്ന് വെച്ചാൽ CPM ജീർണിക്കുകയോ CPM പിരിച്ചുവിടുകയോ അതൊക്കെ CPM-കാരുടെ കാര്യമാണ്. കേരളീയ സമൂഹം ജീർണിക്കുമെന്നുള്ളതാണ് കാര്യം.
കേരളത്തിലെ അധികാര വ്യവസ്ഥ ജീർണിക്കുമെന്നുള്ളതാണ് കാര്യം. നിക്ഷിപ്ത താല്പര്യക്കാർ ഭരണത്തെ പിടിച്ചെടുക്കുമെന്നതാണ് കാര്യം. അതിന് കേരളം നിന്നുകൊടുക്കണമെന്നുള്ളതാണ് ചോദ്യം. അതല്ലാതെ പിണറായി വിജയൻ ഭരിക്കണം വേണ്ടേ എന്നുള്ളത് അടുത്ത പ്രാവശ്യം ഭൂരിപക്ഷം കിട്ടിയാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും. ഇതിവിടെ നടന്നു വരുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചുള്ളതാണ് സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞത്. ഈ മൂല്യത്തെ, ജനാധിപത്യമെന്ന മൂല്യത്തെ സംരക്ഷിക്കാൻ തുടർഭരണം അപകടം ഉണ്ടാക്കുമെന്ന കാര്യമാണ് നമ്മൾ ഈ ചർച്ചയിൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിലെ ഈ പറയുന്ന ഭരണപക്ഷത്തെ ഒരു പാർട്ടിയുടെ ജില്ലാ നേതാവ് പറഞ്ഞൊരു വാക്യം സോഷ്യൽ മീഡിയയിൽ വന്നൊരു വാക്യമാണ്. പിണറായി വിജയനെ ദൈവത്തെ പോലെയാണ് ജനങ്ങൾ കാണുന്നതെന്നാണ്. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ അല്ലയോ എന്നുള്ളതാണോ പരിശോധിക്കേണ്ടത്. ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരി മോദി അയാൾ സ്വയം പറയുന്നത് ഞാൻ ദൈവമാണെന്നാണ്. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ നമ്മൾ പരിശോധിക്കേണ്ടത്. അവിടെ ജനങ്ങൾക്ക് വീഴ്ചയുണ്ടാവുക, ഭരണാധികാരിക്ക് വീഴ്ചയുണ്ടാവുക, ചില നയങ്ങൾ തെറ്റിപ്പോവുക എന്നതല്ല അതിൻ്റെ കാര്യം. ബേസിക്കലി അധികാര കേന്ദ്രീകരണം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. അത് ജനാധിപത്യത്തിന് അപകടമാണ്. ഞാൻ ചോദിക്കട്ടെ, രണ്ടാമത് ഭരണം കിട്ടിയാൽ വേറൊരു മുഖ്യമന്ത്രി ആകാമല്ലോ, എന്താ ആകാത്തത്? ഇതാ ചോദ്യം. ഭരണാധികാരികൾ മാറി മാറി വരിക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ജനാധിപത്യം മാത്രം മതി എന്ന് പറഞ്ഞ ദീർഘകാലം ലോകത്ത് ഭരിച്ചിട്ടുള്ള ഭരണാധികാരികൾ മുഴുവനും യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശ്രീ സന്ദീപ് കവിക്കാട്, ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുമ്പോൾ ആ വ്യക്തിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തുക. കൂടുതൽ ആശയ വ്യക്തതയ്ക്ക് ഒരു വ്യക്തിയിലേക്ക് ഇത് എത്തുന്നതാണ് ശരി എന്നുള്ള തോന്നൽ കൊണ്ട് അതിലേക്ക് എത്തിച്ചതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പാർട്ടി എന്ന നിലയ്ക്ക് മാത്രം അതിനെ അവതരിപ്പിക്കുമ്പോൾ, ഇപ്പോൾ സച്ചിദാനന്ദ മാഷ് ഈ അഭിമുഖം മുഴുവൻ ഞാൻ വായിച്ചു, അതിനുശേഷം അദ്ദേഹം സംസാരിച്ചത് കേട്ടു. അതിൽ അദ്ദേഹം പറയുന്നത് ബംഗാളിന് സമാനമായി, ബംഗാളിനെയാണ് അദ്ദേഹം താരതമ്യം ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ബംഗാളിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്, നമുക്കറിയാമല്ലോ. ആ തുടർച്ചയല്ല, അധികാരമാറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവിടെയും തുടർച്ചയായ അധികാരത്തിൽ ജ്യോതി ബസു ഇരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ അധികാരമാറ്റം ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്നതിൽ നിന്ന് ഇപ്പം സന്ദീപ് കവിക്കാട് ഇത് വിശദീകരിക്കുമ്പോൾ കാര്യങ്ങൾ മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഞാൻ പറയുന്നത്. കാരണം വ്യക്തി എന്നതല്ല അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ച വിഷയം, അതാണ് അതിൻ്റെ ഒരു കാര്യം. മാത്രമല്ല അദ്ദേഹം ഈ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞു നിർത്തുന്നുണ്ട്, അദ്ദേഹത്തിന് സ്വതന്ത്രമായി കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നത് കേരളത്തിലാണ് എന്നുകൂടി അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജനാധിപത്യത്തിൽ ആ ജനങ്ങൾ തീരുമാനിക്കുന്ന നിലയ്ക്ക് കാര്യങ്ങൾ നടക്കുന്നു എങ്കിൽ അതിനെ ഇത് ശരിയായ ജനാധിപത്യമല്ല എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? തീർച്ചയായും അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ബഹുഭൂരിപക്ഷ ജനം വോട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പാർട്ടിയോ ഒരു നേതാവോ ഒരു നയമോ ശരിയാകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും BJP ചേർന്നാൽ പോരെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന പാർട്ടി അതല്ലേ? നമ്മൾ ചേരുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ് ചേരാത്തത്? അവർക്ക് വോട്ട് കുറവായതുകൊണ്ടാണോ? അപ്പോൾ ജനങ്ങൾ ചെയ്യുന്ന വോട്ടിൻ്റെ അളവെടുത്തിട്ട് ഞങ്ങളുടെ നയമാണ് ശരിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് വിവിധ തലങ്ങളിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. സച്ചിദാനന്ദ മാഷ് ബംഗാളിൻ്റെ കാര്യം പറഞ്ഞാൽ ആ ഗതികേട് ഇവിടെ വരരുത് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഞാൻ പറയുന്നൊരു കാര്യം, ഈ തുടർഭരണത്തെ ഞാൻ കഴിഞ്ഞ ടേമിൽ തന്നെ തുടർഭരണം അപകടം ചെയ്യുമെന്ന് പറയുകയും അതിൻ്റെ ആക്രമണം നേരിട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ അത് കൂടുതൽ വ്യക്തമായതുകൊണ്ട് സച്ചിദാനന്ദ മാഷെ പോലുള്ള ആൾക്കാർ പോലും അത് സൂചിപ്പിക്കുന്നു. അതെ, എൻ്റെ ഒരു സംശയം, ഇപ്പൊ ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഇടപെടലും നയങ്ങളും ഉണ്ടാവുന്നു. അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവുന്നു. ഇപ്പൊ SIR അടക്കം ഏറ്റവും ഒടുവിൽ നടക്കുന്ന കാര്യങ്ങളെ പോലും ആ നിലയ്ക്ക് സംശയത്തോടെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം, പൊതു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നു. അവിടെ ജനാധിപത്യത്തിന്റെ അട്ടിമറി എന്നതാണ് ഒരു പ്രശ്നം. ഇവിടെ കേരളത്തിൽ ആ മട്ടിലുള്ള ഒരു അട്ടിമറി എന്നതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? തീർച്ചയായിട്ടും. എന്താണ് സംശയിക്കുന്നത്? കേരളത്തിലെ ഭരണാധികാരി വീഴ്ചയില്ലാത്ത ഒരാളാണെന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയല്ല. ഇന്നിപ്പോൾ ആദർശപരമായി പറയുന്ന ലൈഫ് മിഷൻ പദ്ധതി അടിസ്ഥാനപരമായി അപകടം പിടിച്ചൊരു കാര്യമാണ്. അടിസ്ഥാനപരമായി ഇപ്പോൾ കയറിക്കിടക്കാനായിട്ട് വീടില്ലാത്തവർക്ക് ചെറിയ വീട് കൊടുത്താൽ അവർ കയറിക്കിടക്കും. അതുകൊണ്ട് ആ പദ്ധതി ശരിയാണെന്ന് പറയരുത്. അങ്ങനെയല്ല. ഇത് ആകാശത്ത് വീട് പണിത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വിതരണം ചെയ്യാൻ യോഗ്യമായ ഭൂമിയുണ്ട്. സർക്കാർ തന്നെ നിർദ്ദേശിച്ച കമ്മീഷൻ, രാജമാണിക്യം കമ്മീഷൻ, 5 ലക്ഷം ഏക്കർ ഭൂമി നിയമപരമോ
ഭരണപരമായി തടസ്സമില്ലാതെ സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാവുന്നതാണെന്ന് കൊടുത്ത റിപ്പോർട്ട് കയ്യിലുള്ള ആളാണ് കേരളം ഭരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരമൊരു ഇനിഷ്യേറ്റീവ് ഇല്ലാത്തത്? ഇവർക്ക് ആകാശത്തേക്ക് വീട് കെട്ടിക്കൊടുക്കുന്നത് വലിയ കാര്യമാണെന്ന് നമ്മൾ പറയരുത്. അതാണ് ഈ 10 വർഷത്തിനിടയ്ക്കാണ് ഈ 5 ലക്ഷം വീട് കിട്ടിയത് എന്നും ഈ 10 വർഷത്തിനപ്പുറം ആ 10 വർഷത്തിന് മുമ്പ് ഇങ്ങനെ ഒരു സാഹചര്യം പോലും ഇല്ലായിരുന്നു എന്നുള്ളതുമാണ് CPIM അതിന് മറുപടി പറയാനുള്ളത്. അല്ല, അതിനകത്തൊരു കാര്യമുള്ളത്, ഇതിനു മുൻപ് അവർ ദുരിതം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് ചെറിയ വീടുകൾ ആകാശത്ത് കെട്ടിക്കൊടുത്താൽ മതി എന്ന തീരുമാനമാണ് പെസകെന്നാ ഞാൻ പറയുന്നത്. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം അരുണിലേക്ക് കൂടി പോയതിനു ശേഷം. അഡ്വക്കേറ്റ് അരുൺ, അതായത് ഇത് വിശദീകരിക്കുമ്പോൾ അത് വ്യക്തിയിലേക്ക് കൂടി വരികയാണ്. അതായത് പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് കൂടിയാണ് ഈ കാര്യങ്ങൾ വരുന്നത്. അല്ലാതെ CPIM ഭൂരിപക്ഷം കിട്ടി CPIM അതിൻ്റെ തുടർഭരണത്തിലേക്ക് പോകുന്നു എന്നത് മാത്രമല്ല പ്രശ്നം. ഒരു വ്യക്തിയിലേക്ക് അധികാരങ്ങൾ കൂടുതൽ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് പ്രശ്നം എന്നതാണ് സണ്ണി എം കവിക്കാട് പറഞ്ഞത്. പക്ഷേ ഈ അഭിമുഖത്തിൻ്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ഭരണത്തെയാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ തുടർഭരണത്തെയാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടോ? ഇപ്പോൾ ഈ സച്ചിദാനന്ദ മാഷ് ഉൾപ്പെടെ ആർക്കും CPM-നെ വിമർശിക്കാം, CPM-ന്റെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഒരിക്കലും അദ്ദേഹം CPM-ന്റെ അംഗമല്ല. അതുകൊണ്ട് തന്നെ CPM-ന്റെ രാഷ്ട്രീയത്തെ മുഴുവൻ ഉൾക്കൊള്ളണം, CPM ആണ് ശരിയെന്ന് കൃത്യമായിട്ട് ധരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കണം എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ആര് വിമർശിച്ചാലും ആ വിമർശനത്തിൽ ഉള്ളടക്കം പരിശോധിച്ച് ഞങ്ങൾ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തുന്നതിന് ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ 110 നിയമസഭാ മണ്ഡലങ്ങളിൽ പുറകിൽ പോയി. 110 നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്ത് കോൺഗ്രസ് ആണ്. പുറകിൽ പോയത് ശരിക്കും 121 മണ്ഡലങ്ങളിൽ പുറകിൽ പോയി. കോൺഗ്രസ് ആണ് 110 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്തത്. ഞങ്ങൾ ആകെ ലീഡ് ചെയ്ത് 19 നിയമസഭാ മണ്ഡലങ്ങളിലാണ്. ഞങ്ങൾ അതിനുശേഷം വലിയ ക്യാമ്പയിനുകൾ നടത്തി, ജനങ്ങളുമായിട്ട് ഇടപെട്ടു, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടു, ജനങ്ങൾ കൊടുത്ത വാക്കുപാലിച്ച് മുന്നോട്ട് പോയി. ഞങ്ങൾക്ക് ചില കുറവുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് സ്വയം പരിശോധനാത്മകമായിട്ട് ഞങ്ങൾ പരിശോധിച്ചു, തിരുത്തി. ഞങ്ങൾ 19 നിന്ന് 57 ഉയർന്നു. ഞങ്ങളും UDF-ഉം തമ്മിലുള്ള വോട്ട് വ്യത്യാസം 10-30 ലക്ഷത്തിന്റെ വോട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 6 ലക്ഷം വോട്ടിന്റെ വ്യത്യാസമാണ്. ഇപ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒന്നും ഞങ്ങൾക്ക് ഉദ്ദേശിച്ച വിജയം കിട്ടിയില്ല. ഞങ്ങളുടെ കയ്യിലിരുന്ന പല പഞ്ചായത്തും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ വീടുകളും കയറാൻ തീരുമാനിച്ചു. ആ വീടുകളിൽ കയറി മണിക്കൂറുകൾ അവരായിട്ട് സംസാരിച്ച അനുഭവം ഉണ്ട്. ഞാനും ആ വീട് കയറ്റത്തിന്റെ ഭാഗമായിട്ട് കയറിയതാണ്. ചൂണ്ടിക്കാണിച്ച മുഴുവൻ വിമർശനങ്ങളും ഞങ്ങൾ അവിടെ നിന്ന് നോട്ട് ചെയ്തു, എഴുതിയെടുത്തു. ഞങ്ങൾക്ക് അപ്പം തന്നെ പറയാൻ കഴിയുന്നവ പറഞ്ഞു കൊടുത്തു. പിന്നീട് കുറച്ചുകൂടെ സ്റ്റഡി ചെയ്ത് പറയേണ്ടതാണോ, ഞങ്ങൾ വീണ്ടും ആ വീടുകൾ സന്ദർശിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ഇടയിലാണ്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഇന്നൊരു നേതാവ് വന്നാൽ അങ്ങനെയൊന്നും ആരും പറഞ്ഞതായിട്ട് ഇപ്പൊ പൊതുസമൂഹത്തിലില്ല. പക്ഷെ ചില ആളുകൾക്ക് ഒരു ലക്ഷ്യമുണ്ട്, എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ തകർക്കണം. ഇടതുപക്ഷത്തെ തകർക്കാൻ CPM-നെ തകർക്കണം. CPM-നെ തകർക്കാനോ അതിന്റെ നേതാക്കന്മാരെ ആക്രമിക്കണം. നേതാക്കന്മാരെ തകർക്കാൻ അവരുടെ കുടുംബത്തെ ആക്രമിക്കണം. അവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തണം. അതിനുവേണ്ടി അജണ്ട വച്ചുകൊണ്ട് ഇറങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ പശ്ചാത്തലത്തിലുമല്ല, കുറച്ച് വർഷങ്ങളായി. നമുക്ക് എത്രയോ കേന്ദ്ര അന്വേഷണ ഏജൻസി കേരളത്തിൽ വന്ന് തലങ്ങും വിലങ്ങും അന്വേഷിച്ച് നമ്മുടെ മുന്നിലുണ്ട്. സെലക്റ്റീവ് പ്രോസിക്യൂഷനും സെലക്റ്റീവ് ലീക്കേജും എത്ര നമ്മൾ കണ്ടു. ഏതെങ്കിലും ഒരു കേസിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാവും. ഞാൻ വിശദീകരിക്കുന്നില്ല. ബിരിയാണി ചെമ്പ്, സ്വർണ്ണ കള്ളക്കടത്ത്, ഈന്തപ്പഴത്തിന്റെ കുരു, അതുപോലെ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത്, ഖുറാന്റെ ഉള്ളിൽ സ്വർണ്ണ വച്ച്, വടക്കാഞ്ചേരി ലൈഫ് പദ്ധതി ഉണ്ടല്ലോ, AI ക്യാമറ, ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ, K-ഫോൺ, ജലമെട്രോ ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഹൈക്കോടതി പോയതല്ലേ. ഇപ്പൊ സ്പ്രിംഗർ ഏറ്റവും അവസാനം ഹൈക്കോടതി പോയില്ലോ. അതുപോലെ FSIO അന്വേഷണം നമ്മൾ കണ്ടില്ലേ, അവസാനം സുപ്രീം കോടതി പറഞ്ഞില്ലേ, എന്തെങ്കിലും തെളിവുണ്ടോ, ഇനി ഒരു അക്ഷരം വേണ്ടിയ 10 ലക്ഷം രൂപ താങ്കൾക്ക് ഫൈൻ ഇടുമെന്ന് പറഞ്ഞ സാഹചര്യം നമ്മൾ കണ്ടല്ലോ. ഇവൊക്കെ വരുമ്പോ എത്ര ദിവസം കേരളത്തിൽ ചർച്ച നടത്തി, എത്ര അന്തിചർച്ചകൾ, എത്ര ചാനലുകൾ, എത്ര പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതി ആക്രമിച്ചു. ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾ വന്ന പത്രസമ്മേളനം നടത്തിയോ? ഒരു മറുപടി വികസനം എന്നതാണ് ഈ ആരോപണങ്ങൾക്കെതിരെ ചൂണ്ടിക്കാട്ടാനുള്ളത്. അതാണ് എങ്ങും കേൾക്കുന്നത്. ആ വഴിയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നവർ ഒറ്റപ്പെടുന്ന അവസ്ഥയാണല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി, ഗാന്ധി ചോദിച്ച ചോദ്യം അദ്ദേഹം ഉന്നയിക്കുകയാണ്, വികസനം ആർക്കു വേണ്ടി എന്നത്. മാത്രമല്ല, ഈ വികസനത്തെക്കുറിച്ച് പറയുന്നവരോട്, വികസനവാദങ്ങളോട് ചോദിക്കേണ്ടത് അതെത്ര മനുഷ്യരെ മനുഷ്യരാക്കി മാറ്റി,
എത്ര പാവപ്പെട്ട മനുഷ്യർക്ക് ഉപജീവനം നൽകി, എത്രത്തോളം അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളെ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിച്ചു, വ്യത്യസ്ത ന്യൂനപക്ഷങ്ങളെ എത്ര ശാക്തീകരിച്ചു. ഭൗതിക വികസനം മാത്രമല്ല, സമത്വത്തിലേക്കുള്ള മനുഷ്യൻ്റെ നിരന്തരമായ ചലനത്തെ സഹായിക്കുന്ന എന്തെല്ലാം ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിഞ്ഞു, ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിഞ്ഞു, ഒരു പ്രസ്ഥാനത്തിന് ചെയ്യാൻ കഴിഞ്ഞു എന്ന ചോദ്യങ്ങൾ ചോദിക്കണമെന്നാണ്. അതായത് വികസനം എന്നത് വെച്ച് ഇതിനെ തടയിടാൻ ശ്രമിച്ചാൽ ഈ ചോദ്യങ്ങൾ കൂടി ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അല്ല, എന്ത് ചോദ്യം ചോദിച്ചോട്ടെ, ജനാധിപത്യത്തിൽ മറുപക്ഷം കേൾക്കുക എന്നത് ഉത്തരവാദിത്തമാണല്ലോ. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാ ഉത്തരവും പെട്ടെന്ന് നമുക്ക് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്ന പോലെ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. മറിച്ച് നമ്മളുടെ ഇടപെടലിലൂടെയും തുടർച്ചയായിട്ടുള്ള ഇടപെടലിലൂടെയും അനുഭവത്തിലൂടെയും എല്ലാമാണ് ഓരോ ഉത്തരം കണ്ടെത്തുന്നത്. 1957 ലോകത്തിന് മാതൃകയായി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഉള്ള ഒരു സാഹചര്യമല്ലല്ലോ. ആ ഗവൺമെന്റ് നിവർന്നു നിൽക്കാൻ മനുഷ്യനെ പാകപ്പെടുത്താനാണ് ശ്രമിച്ചത്. 67 അങ്ങനെയാ ശ്രമിച്ചത്. 80 മുതലുള്ള ഗവൺമെന്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ അടക്കം കൊടുത്തുകൊണ്ട് സാമൂഹ്യക്ഷേമത്തിലാണ് ഊന്നി നിന്നത്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അവസാനിപ്പിക്കാൻ. അതുപോലെ സമ്പൂർണ്ണ സാക്ഷരതായജ്ഞവും അധികാര വികേന്ദ്രീകരണവും ഒക്കെ കൊണ്ടുവന്ന 87 ഗവൺമെന്റും 96 ഗവൺമെന്റും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. 2006 മുതൽ പശ്ചാത്തല വികസന രംഗത്താണ് നമ്മൾ കേന്ദ്രീകരിച്ചത്. 2016 മുതൽ നമ്മൾ ആ വൻകിട വികസന പ്രവർത്തനങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ തുടങ്ങി. പല ഘട്ടത്തിലും കൊണ്ടുവന്ന ആശയങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് മുമ്പ് ഗവൺമെന്റ് അധികാരം നഷ്ടപ്പെടും. 5 വർഷമാവും. പിന്നീട് വരുന്നത് UDF ഗവൺമെന്റാണ്. ആ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും തച്ച് തകർത്ത് തരിപ്പണമാക്കി കളയും. എന്നാൽ ഭരണ തുടർച്ച ഉണ്ടായതിനു ശേഷം ഇപ്പൊ ഇവിടെ ശ്രീ സണ്ണി എം കപ്പിക്കാട് ഒരു നുണ പറഞ്ഞു. എന്താണ് നുണ പറഞ്ഞത്? ആകാശത്തേക്ക് കെട്ടിക്കെട്ടി വിടുകയാണ് ലൈഫ് പദ്ധതി എന്ന്. എന്നാൽ ബഹുമാനപ്പെട്ട സുഹൃത്തെ, ലൈഫ് പദ്ധതി ആകാശത്തേക്ക് കെട്ടിക്കെട്ടി വിടുന്ന ഫ്ലാറ്റ് അല്ല. ഈ 5 ലക്ഷം പേർക്കും 3.5 സെന്റ് 4 സെന്റ് 5 സെന്റിൽ അടച്ചുറപ്പുള്ള വീടാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഫ്ലാറ്റ്. പുനഃഗ്രഹം പദ്ധതി പ്രകാരം കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുത്തു. സ്ഥലപരിമിതി മൂലം ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. കൊച്ചിയിലെ ചേരി നിവാസികൾക്ക് ഇവിടെ ഗോതുരുത്തില് ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലൈഫ് പദ്ധതി കൃത്യമായിട്ട് വീട് തന്നെയാണ്. ഇത്രയധികം വീട് കൊടുത്ത മറ്റേത് സംസ്ഥാനങ്ങളാണുള്ളത്? മറ്റേതെങ്കിലും രാജ്യമുണ്ടോ? അമേരിക്കയിലെ ഏറ്റവും വലിയ പത്രമായ വാഷിംഗ്ടൺ പോസ്റ്റ് എഴുതി എ കമ്മ്യൂണിസ്റ്റ് സക്സസ് ലാൻഡ് എന്ന് പറഞ്ഞ് എഴുതി. ഇത് ലൈഫ് പദ്ധതിയെ കുറിച്ചിട്ടാണ്. കാലത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു അതിദാരിദ്ര്യത്തെ എന്ന് എഴുതിയത് ബ്രിട്ടനിലെ ഏറ്റവും വലിയ പത്രമാണ്. 2 മാസം മുമ്പ് എഴുതി. അതിദരിദ്ര സർവേ നടത്തി കൃത്യമായി പരിശോധിച്ച 64,006 കുടുംബങ്ങളെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. വീടില്ലാത്തവർക്ക് വീട്, വിദ്യാഭ്യാസം, തൊഴില്, അതുപോലെ സ്ഥലം കൊടുത്ത് വീട് വെക്കേണ്ടവർക്ക്, അങ്ങനെ എല്ലാ രംഗത്തും നമ്മൾ ഇടപെടുകയല്ലേ. അതുകൊണ്ട് ഏതെങ്കിലും മേഖലകളിൽ ഈ ഗവൺമെന്റ് പിന്നിലാണോ? നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം നടപ്പാക്കിയില്ലേ? നിങ്ങൾ വിമർശിക്കുക, ചൂണ്ടിക്കാണിക്കുക. ഏതെങ്കിലും തരത്തിൽ ഒരു അഴിമതി ഉണ്ടോ? ചൂണ്ടിക്കാണിക്കുക. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി അഴിമതിയൊക്കെ പറഞ്ഞ് ഇന്ന് ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് വരാനാണെങ്കിൽ ഞാൻ വരാം. അതായത് വിമർശനങ്ങൾ ജനാധിപത്യത്തിലുണ്ട്, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇന്ന വ്യക്തിയെ കേന്ദ്രീകരിക്കുന്നു. സച്ചിദാനന്ദ മാഷ് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ഇങ്ങനെ CPM അതിന്റെ നേതാക്കന്മാർ, ബന്ധുക്കൾ, മിത്രാദികൾ അങ്ങ് ആക്രമിച്ചുകൊണ്ടിരിക്കുക. ആ ആക്രമണ പരമ്പര കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത ഒരു ഇന്ത്യയെ സൃഷ്ടിക്കുക എന്ന വലതുപക്ഷത്തിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായി BJPയും കോൺഗ്രസും ചില മാധ്യമങ്ങളും നടത്തുന്ന ഗൂഢാലോചനയാണ്. അതിനെ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ഇതിനകത്ത് ഈ പറയുന്ന പ്രശ്നമുണ്ടല്ലോ. അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം BJP ഉയർത്തിയത് നമുക്ക് മുന്നിലുണ്ട്. അതിന് സമാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത ഭാരതം എന്നുള്ള സങ്കല്പത്തിലേക്ക് പോകാൻ BJPക്കൊപ്പം, അത് BJPയുടെ തന്നെ മുദ്രാവാക്യമാണ്, അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ആ മുദ്രാവാക്യത്തിലേക്ക് പോകാനുള്ള സഹായമാണ് ഇത്തരം പരാമർശങ്ങളും ഇത്തരം ചർച്ചകളും എല്ലാം എന്നുള്ളതാണ് ആരോപണം. മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തുടർച്ചയായ ഭരണം ദുഷിപ്പിക്കുമെങ്കിൽ അങ്ങനെ ദുഷിപ്പിച്ചത് കൊണ്ടായിരിക്കുമല്ലോ UPA സർക്കാർ മാറി ഇവിടെ BJP സർക്കാർ വന്നത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത്. അങ്ങനെ വിലയിരുത്തിയാൽ പിന്നീട് എന്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ സംഭവിച്ചത് എന്നതുകൂടി നമ്മൾ ആലോചിക്കണമല്ലോ. ഇപ്പോൾ ബംഗാളിലെ സാഹചര്യത്തിൽ 30 വർഷം അവിടെ കോൺഗ്രസും ഭരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അന്ന് പോയതിന് ശേഷം പിന്നെ 34 വർഷം CPMഉം അതിനുശേഷം അവിടെ മമതാ ബാനർജിയും ഭരിക്കുമ്പോഴും അവിടെ ദുർബലരായി നിൽക്കുകയാണെന്നുള്ളത് വാസ്തവമാണ്. നമുക്ക് മുന്നിൽ അതുണ്ട്. തമിഴ്നാട്ടിൽ നോക്കിയാൽ കോൺഗ്രസ് അങ്ങനെ തുടർച്ചയായ ഭരണത്തിന് ശേഷം അധികാരത്തിൽ നിന്ന് പുറത്തു പോയതാണ്. അത് നമുക്ക് മുന്നിലുണ്ട്. പിന്നെ തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് ജനാധിപത്യത്തിൽ കാര്യങ്ങൾ സംഭവിക്കുക. അപ്പോൾ ഇത്തരം ചർച്ചകൾ യഥാർത്ഥത്തിൽ ആ നിലയ്ക്ക് തന്നെയാണ് കാണേണ്ടത്. അത് സച്ചിദാനന്ദ മാഷ് തന്നെ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ ചിന്തകളും തോന്നലുകളും ആണെങ്കിൽ അതിനെ ആ വഴിക്ക് വിടട്ടെ എന്ന് കരുതാമോ? നിങ്ങൾ സച്ചിദാനന്ദൻ മാസ്റ്റർ സംഘപരിവാറുകാരനാണെന്നാണ് CPMൻ്റെ അഭിപ്രായമെങ്കിൽ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല.
ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ചർച്ച ചെയ്യണം. ഇപ്പം ലൈഫ് പദ്ധതി, അദ്ദേഹം പലവട്ടം ഉപയോഗിച്ച വാക്കാണ്. എന്താണ് ലൈഫ് പദ്ധതി? എവിടെ നിന്നാണ് അതിന് ഫണ്ട് വരുന്നത്? ഏതൊക്കെ സ്കീമുകൾ ചേർത്തുണ്ടാക്കി നാമകരണം ചെയ്യപ്പെട്ടതാണ് ലൈഫ് പദ്ധതി? എന്നാണ് രാജ്യത്തെ പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കുന്ന പദ്ധതി രാജ്യത്ത് നടപ്പിലായത്? ആ നടപ്പിലായപ്പോൾ ആ പദ്ധതിയുടെ പേരെന്തായിരുന്നു? കൊടുത്തു തുടങ്ങുമ്പോൾ എത്ര രൂപയായിരുന്നു? നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സത്യസന്ധമായി ചർച്ച ചെയ്യണ്ടേ? ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന പാർപ്പിട പദ്ധതിയുടെ പേര് ഇന്ദിരാഗാന്ധി ആവാസ് യോജന എന്നാണ്. അന്ന് തുടക്കം 28-30 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആ പദ്ധതിയിൽ അന്ന് കൊടുക്കുന്ന തുക ഒരു വീടിന് കേവലം 22,000 രൂപയാണ്. അങ്ങനെ തുടങ്ങി പട്ടികജാതി വകുപ്പിൽ നിന്ന്, പട്ടികവർഗ വകുപ്പിൽ നിന്ന്, പിന്നീട് വന്നിട്ടുള്ള ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതത്തിൽ നിന്ന്, ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതത്തിൽ നിന്ന്, ഗ്രാമപഞ്ചായത്തിൻ്റെ വിഹിതത്തിൽ നിന്ന്, അങ്ങനെ കൊടുത്തിരുന്ന എല്ലാ പദ്ധതികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പേരിട്ട് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത് CPM-ൻ്റെ കണ്ടുപിടുത്തമാണ് ഈ വീട് കൊടുക്കുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ പുത്തനച്ചി പെരപ്പുറം തൂക്കുന്ന പോലെ വാതോരാതെ വിളിച്ചു പറയാമെന്നുള്ള അതൊന്നും അല്ല യാഥാർത്ഥ്യം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ലൈഫ് പദ്ധതി നിർത്തലാക്കുമെന്ന് നേരത്തെ എം ഹസൻ പറഞ്ഞിരുന്നു. ലൈഫ് മാത്രമല്ല, അരുൺ എടുത്തു പറഞ്ഞ ആ പദ്ധതികൾ 3-4 പദ്ധതികൾ നിർത്തലാക്കുമെന്ന് എം ഹസൻ എന്ന് പറഞ്ഞിരുന്നത് വിവാദമായിരുന്നു. മാത്രമല്ല, ഇപ്പം ഞാനതൊന്ന് എടുത്തു പറയാൻ കാരണം, ഇന്നലെ KC വേണുഗോപാൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ഈ ആരോപണം ഇത് എടുത്തു പറഞ്ഞിരുന്നു. ലൈഫ് നിർത്തലാക്കുമെന്നുള്ള വ്യാജ പ്രചാരണം ഇവിടെ നടത്തുന്നുണ്ട്, ഒരിക്കലും കോൺഗ്രസ് അങ്ങനെ ചെയ്യില്ല എന്ന് ഈ അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്ത് അത് തിരുത്തി പറയേണ്ടി വരുന്നുണ്ട്. അല്ല, ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് പറയുന്നത് എന്താണ് കേൾക്കുന്നവർക്ക് ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാം. ഞാൻ പറഞ്ഞതിലുണ്ട് KC വേണുഗോപാൽ പറഞ്ഞ വിശദീകരണവും MM ഹസൻ്റെ പ്രതികരണവും. ലൈഫ് എന്ന് പറയുന്ന ഒരു പേരിനെയാണ് വിമർശിച്ചത്, പദ്ധതിയല്ല. പദ്ധതി എന്ന് പറയുന്നത് അതിനൊക്കെ മുമ്പ് രാജ്യവ്യാപകമായി ഉണ്ടായ പാർപ്പിട പദ്ധതികളുണ്ട്. ഓരോ സംസ്ഥാനത്തുമുള്ള പാർപ്പിട പദ്ധതികളുണ്ട്. വിവിധ ജാതിമത വകുപ്പുകൾ, അതായത് ഞാൻ പട്ടിക വികസന വകുപ്പുമായി ബന്ധപ്പെട്ട് വീട് കൊടുക്കുന്ന കാര്യമുണ്ട്, വീട് അറ്റകുറ്റപ്പണിക്ക് പൈസ കൊടുക്കുന്ന കാര്യമുണ്ട്, സ്ഥലം ഉയർത്താൻ പൈസ കൊടുക്കുന്ന സ്കീമുണ്ട്, ശുചിത്വത്തിൻ്റെ ഭാഗമായി കക്കൂസുകൾ നിർമ്മിക്കാൻ. അന്നത്തെ പഴയ കാലത്ത് ഞാനൊക്കെ പഞ്ചായത്ത് മെമ്പറാകുന്ന 10-30 വർഷം മുന്നെയാണ്. ആ പഞ്ചായത്ത് മെമ്പറാകുന്ന കാലത്ത് കേവലം 2,000 രൂപയാണ് കക്കൂസെന്നും പറഞ്ഞു കൊടുത്തത്. ഒരു റിങ് വാർത്തിടുക എന്നുള്ളതായിരുന്നു. അന്ന് അതൊക്കെ മതിയായിരുന്നു. അപ്പോൾ ഇത് കാലം മാറുന്നതിനനുസരിച്ച് രൂപഭാവ ഭേദങ്ങൾ മാറും. പേരുമാറ്റലല്ല പദ്ധതി പ്രഖ്യാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അതാണ് ലൈഫ് എന്ന പേരിട്ട് വിളിക്കുന്ന പദ്ധതികൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഇനിയും തുടരുക തന്നെ ചെയ്യും. ഇവർ കാണിക്കുന്ന പുറംപോച്ചും മാജിക്കും അത് ശരിയല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതിനെ ആ നിലയിൽ വ്യാഖ്യാനിക്കണം. മറ്റൊന്ന്, ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബിരിയാണി ചെമ്പ് വന്നില്ലേ, സ്വർണ്ണക്കള്ളക്കടത്ത് പറഞ്ഞില്ലേ? അല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് പറഞ്ഞതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരനാന്നേ. ചുമ്മാ പോയി ജയിലിൽ കിടന്നാണോ? പിന്നെ കേന്ദ്ര ഏജൻസികൾ വന്ന് വട്ടമിട്ട് പറന്നില്ലേ? വട്ടമിട്ട് പറക്കാൻ ഞങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടാണോ വന്നത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കത്ത് നൽകി വിളിച്ചു വരുത്തിയതാണ് കേന്ദ്ര ഏജൻസിയെ, അല്ല ഞങ്ങളാരുമല്ല. കേരളത്തിലെ പ്രതിപക്ഷമോ കോൺഗ്രസോ ഐക്യജനാധിപത്യ മുന്നണിയോ അല്ല കേന്ദ്ര ഏജൻസികളെ കത്ത് കൊടുത്ത് വിളിച്ചു വരുത്തിയത്, അത് മുഖ്യമന്ത്രിയാണ്. അങ്ങനെ വന്ന ഏജൻസികളുടെ അന്വേഷണം സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ ഓഫീസ് കത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ വരികയും രേഖകൾ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും സംശയത്തിൻ്റെ മുൾമുന മാത്രമല്ല, യഥാർത്ഥ പ്രതികളുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരികയും അതിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പ്രതിയാകുകയും പിന്നീട് അന്വേഷണം തുടർന്നാൽ മുഖ്യമന്ത്രിയും കുടുംബവും പ്രതിയാകും എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ ഏജൻസികളുടെ ഓഫീസിലേക്ക് LDF-ന്റെ മാർച്ച് നടത്തിയ പാർട്ടിയുടെ പേരാണ് ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോ ചർച്ച എന്നുള്ള ആശങ്കയായിരിക്കും. അതിനകത്തൊന്നും ഇടപെടാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരു കാര്യം പറയാം. ഈ പറയുന്ന വിഷയങ്ങളിൽ വ്യക്തത വന്നതാണ്. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഇപ്പൊ ബിരിയാണി ചെമ്പിന്റെ കാര്യമോ ഈന്തപ്പഴത്തിനുള്ളിലെ സ്വർണം കടത്തിയ കഥയോ ഖുറാനകത്ത് സ്വർണം കടത്തിയ കഥയോ പറയുന്നില്ല എന്നുള്ളത് ഞാൻ ഈ സമയത്തൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പറയാവുന്ന സ്ഥിതിയില്ല ഇപ്പോ. അല്ല, ഒരു സെക്കൻഡ്. ഹർഷൻ ആവേശം കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഹർഷന്റെ ആവേശത്തിന്റെ അടിസ്ഥാനം നല്ലതുപോലെ അറിയുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിലൊക്കെ വ്യക്തമായ നിലപാടുണ്ട്. അതൊക്കെ തുറന്നു പറയുന്നതിനകത്ത് എനിക്കൊരു മടിയുമില്ലാത്ത ആളാണ്. പക്ഷെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു പോകണമല്ലോ, ഈ സംശയങ്ങൾ പറഞ്ഞു പോകണമല്ലോ. എനിക്ക് വിരോധമില്ലത്. നിങ്ങളുടെ പൊളിറ്റിക്കൽ വ്യൂവിനെ ഞാൻ ചലഞ്ച് ചെയ്യുന്നില്ല. ഏറ്റവും എളുപ്പത്തിൽ വായടപ്പിക്കാനുള്ള നമ്പറാണ് അത്. പല കാലത്ത് 10-25 വർഷമായിട്ട് ഇത് ഇങ്ങോട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് പലരും. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇല്ല,
നിങ്ങളിത് വ്യക്തിപരമായി എടുക്കാതെ, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പൊളിറ്റിക്കൽ വ്യൂവിനെയോ നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെയോ രാഷ്ട്രീയ നിലപാടിനെ, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതൊന്നും ഞാൻ വെച്ച് നിങ്ങളെ വാമൂടിക്കെട്ടേണ്ട ആളൊന്നുമല്ല. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഇൻറ്റൻഷനോടുകൂടി അല്ലാതെ അവതാരകൻ എന്നുള്ള നിലയിൽ നിൽക്കുക. അവതാരകൻ എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാന്നേ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ സമയത്ത് വന്നതാണ് ശരിക്കും അപ്സെറ്റായി എന്തെല്ലാം ആരോപണങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു വെച്ച് ചർച്ച ചെയ്യേണ്ട സമയമല്ല. അതല്ല നമ്മുടെ വിഷയം. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഇത് കേൾക്കൂ. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ ഭീഷണിപ്പെടുത്തണ്ട. പോറ്റിയെ കയറ്റിയെ ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ആ ഭീഷണി വേണ്ടെന്നാ പറഞ്ഞത്. വ്യക്തമായി വിത്ത് ഡോക്യുമെന്റ് ഞാൻ ചർച്ചയ്ക്കും തയ്യാറാ. നിങ്ങൾ സ്ഥലം സമയം നിശ്ചയിച്ചോ. അപ്പൊ അതുകൊണ്ട് ആ ഭീഷണി വേണ്ട. ആ ഭീഷണി പ്രതിയായി ജയിലിൽ കിടക്കുന്ന ഇപ്പോഴത്തെയും CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറും അല്ല. ഞാൻ പറയുന്നത് ഹർഷൻ, നിങ്ങൾ ഇന്റർഫിയർ ചെയ്യാതെ, എനിക്ക് കിട്ടുന്ന പരിമിതമായ സമയം ഞാൻ കംപ്ലീറ്റ് ചെയ്യുമല്ലോ. നമ്മൾ തമ്മിൽ ഗാട്ടാ ഗുസ്തി ഒന്നും നടത്തേണ്ട കാര്യമില്ലല്ലോ. ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ജയിലിൽ കിടക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. നിങ്ങൾക്കിപ്പോഴും പ്രശ്നം എന്താ? നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾ കോട്ട് ചെയ്യുന്ന, നിങ്ങളുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന 3 വ്യക്തികളുടെ പേര് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു. 1 സച്ചിദാനന്ദൻ, 2 G സുധാകരൻ, 3 സുരേഷ് കുറുപ്പ്. ഇവർ 3 പേരും കോൺഗ്രസ് ആണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഇവർ 3 പേര് ഐക്യജനാധിപത്യ മുന്നണിയാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഒരു പാർട്ടിയിൽ നടക്കുന്ന മൂല്യച്യുതിയെക്കുറിച്ച് കൃത്യമായ വിരൽ ചൂണ്ടി ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സണ്ണി കബിക്കാട് കോൺഗ്രസ് ആണോ? അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞല്ലോ, ഭരണ തുടർച്ച ഒരു ഗവൺമെൻറ് വഷളാക്കും, അത് പ്രധാനമന്ത്രിക്കും ബാധകമാണ്, മുഖ്യമന്ത്രിക്കും ബാധകമാണ് എന്ന് പറഞ്ഞല്ലോ. അത് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മുന്നിൽ കാണപ്പെടുന്ന ഒരു ഉദാഹരണമായി അധികാരം കയ്യിലിട്ട് അമ്മാനമാടി ഒരു സ്വേച്ഛാധിപതിയെ പോലെ സ്വന്തം പാർട്ടിയിലുള്ള എതിരഭിപ്രായങ്ങളെ പോലും കേൾക്കാത്ത, ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് ആ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ഒരാൾ പരാമർശിക്കപ്പെടും. അത് സ്വാഭാവികമല്ലേ? പ്രത്യേകിച്ച് ഇടതുപക്ഷത്തോടൊപ്പം എല്ലാ കാലത്തും അനുകൂലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം അറിയുന്ന ഒരു വ്യക്തി വിമർശന ബുദ്ധി ആ പാർട്ടിയെ തിരുത്താൻ ഉന്നയിക്കുന്ന വിഷയത്തെ പോലും അയാളുടെ നിലപാടുകൾ സംഘപരിവാറിൻ്റെതാണ് എന്ന് പറയുന്ന അരുണിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്ക് അത്ഭുതമാണ്. നിങ്ങളത് പരിശോധിക്കുമെന്ന് പറ, നിങ്ങളുടെ പാർട്ടി അത് ചർച്ച ചെയ്യുമെന്ന് പറ, വീഴ്ചകളുണ്ട് തിരുത്തുമെന്ന് പറയാം. ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വീട് കയറുകയാണ്. വീട് കയറിയിട്ട് ഇതല്ലേ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്നല്ലേ പറയുന്നത്? അങ്ങനല്ല. അല്ല, സംഘപരിവാറുകാരനാണ് എന്ന മട്ടിൽ എന്തായാലും അരുൺ പറഞ്ഞ് ഞാൻ കേട്ടില്ല കേട്ടോ. താങ്കൾ അത് 2-3 തവണ ആവർത്തിച്ചത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇടപെട്ടത് പറയുന്നത്. പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. വലതുപക്ഷ രാഷ്ട്രീയം ഇത് കേൾക്കൂ. അല്ല ഹർഷൻ, വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആളുകൾക്ക് വിത്തുപാകാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ സംഘപരിവാറുകാരന് വളവിടുന്ന പണിയാണ് സച്ചിദാനന്ദൻ ചെയ്യുന്നതെന്നല്ലേ പച്ച മലയാളത്തിൽ പറഞ്ഞ ആളുകളെല്ലാം പൊട്ടന്മാരാണോ കേട്ടിരിക്കുന്നത്? സംഘപരിവാർ എന്നൊരു വാക്ക് പറഞ്ഞു. വേറൊരു കാര്യം കൂടി പറഞ്ഞു. അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു. പാർട്ടിയും പാർട്ടിയുടെ ബന്ധുക്കളും പാർട്ടിയുടെ അഭ്യുദയകാംക്ഷികളും പാർട്ടിയുടെ കൂടെ ഉള്ളവരും പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രയോഗം ഇവിടെ നടത്തി CPM പ്രതിനിധി. കണ്ടില്ലേ? നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ അത് എനിക്ക് കുറച്ചുകൂടി വ്യക്തത വേണം. അതുകൊണ്ടാണ് ഞാൻ സണ്ണിയം കപ്പിക്കാട്ടിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോവുകയാണ്. സണ്ണിയം കപ്പിക്കാട്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിവിധ സംസ്ഥാനങ്ങളിലെ ഉദാഹരണങ്ങൾ, കോൺഗ്രസിന്റെ ഭരണത്തിലെ ഉദാഹരണം നമ്മൾ എടുക്കാം. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു പോകുമ്പോൾ കേരളത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളത് എന്ന് സച്ചിദാനന്ദ മാഷ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, എന്താണ്, ഡൽഹിയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് വേണമെങ്കിൽ വാതിൽ മുട്ടി എന്നെ വിളിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേനെ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കേരളം ആ നാട്ടിൽ വ്യത്യസ്തമായി നിൽക്കുന്നത് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ അത് ഉറപ്പിച്ച് അവിടെ നിന്ന് വേണമല്ലോ നമ്മൾ ആ കാര്യത്തെ കാണാനായിട്ട്. അപ്പോൾ ആ കാര്യത്തിൽ CPIM-ന് കേരളത്തെ ഈ മട്ടിൽ നിലനിർത്തുന്നതിൽ എല്ലാ പാർട്ടികൾക്കും, കേരളത്തിലെ പാർട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പാർട്ടികളുടെ എല്ലാം ഇടപെടൽ പലതരത്തിൽ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ CPM-ന് പ്രത്യേകിച്ച് ഒരു പങ്കുമില്ല എന്ന് നമുക്ക് വിലയിരുത്തി പോകാൻ കഴിയുമോ? പെട്ടെന്ന് ഇതിന് ശേഷം വരുന്ന പ്രതികരണങ്ങളെല്ലാം ഇത് CPM-നെതിരെയാണ് എന്ന മട്ടിൽ സ്ഥാപിച്ചു വെക്കാൻ കഴിയുമോ? TP ചന്ദ്രശേഖരനെ പുള്ളി വിട്ടുപോയി വന്ന് അവതരിച്ച കുഞ്ഞികൃഷ്ണൻ സഖാവിനെ അദ്ദേഹം മറന്നിട്ടുണ്ടാവും. ശ്രീ സണ്ണിയം കപ്പിക്കാടാണ്. സോറി. CPIM-നെതിരെയുള്ള ഒരു വാദമായിട്ട് നമ്മളതിനെ കാണേണ്ടതില്ല. കേരളത്തിൽ താരതമ്യേന സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞ് നിലനിൽക്കാനുള്ള അവകാശമുണ്ട് എന്ന് സച്ചിദാനന്ദ മാഷ് പറയുമ്പോൾ ഒരു കമ്പാരിഷനിലൂടെ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്
ഇവിടെ സ്വാധീനം. ഇത് എവിടെ നിന്ന് വന്നെന്നാണ് ഈ പറയുന്നത്? ഈ പാർട്ടികൾ ഉണ്ടാക്കിയതെന്നാണോ പറയുന്നത്? എനിക്കതെല്ലാം വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് കേരളം ആധുനികവൽക്കരിക്കുന്ന കാലത്ത് തന്നെ വ്യത്യസ്തമായ നിരവധി അഭിപ്രായങ്ങൾ ഏറ്റുമുട്ടി കോൺസെൻസസ് ഉണ്ടായി രൂപപ്പെട്ടൊരു സംസ്ഥാനമാണിത്. ഇവിടെ ഒരാളെയും മാർജിൻ ചെയ്തിട്ട് ആക്രമിക്കാൻ പറ്റുന്ന സ്ഥിതിവിശേഷത്തിൽ സമൂഹത്തിനില്ല. പക്ഷേ അഭിപ്രായ വ്യത്യാസം പറയുന്നവരെ കൊന്നുകളയുന്ന സംഭവങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ CPIM ആണ് ഇവിടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കിയതെന്ന് പറയും. ചന്ദ്രശേഖരൻ്റെ കേസിൽ CPM പ്രതിക്കൂട്ടിലാണെന്ന് അവർ പറയുന്നു, RMP പറയുന്നുണ്ട്. അതിലെ പ്രതികൾ, പിടിക്കപ്പെട്ട പ്രതികൾ പലരും CPIMൻ്റെ ആൾക്കാരായിരുന്നു. എന്തിനാണ് ചന്ദ്രശേഖരനെ കൊന്നത്? അത് അഭിപ്രായ വ്യത്യാസം പറഞ്ഞതുകൊണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ CPIMനെ മാത്രം ആദർശവൽക്കരിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കണം, മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. 30 വർഷം ഭരിച്ച ബംഗാളോ അല്ലെങ്കിൽ ത്രിപുരയോ, അത് മാത്രമല്ല കോൺഗ്രസ് ദീർഘകാലം ഭരിച്ച കേന്ദ്രമോ പല സംസ്ഥാനങ്ങളും ഭരിച്ച പാർട്ടികളോ അത് അധികാരം കേന്ദ്രീകരിക്കുന്നതും ജീർണിക്കുകയും മറ്റു പല ശക്തികളും കടന്നു വരികയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് കേരളത്തിൽ അങ്ങനെ സംഭവിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് ഈ സൂചിപ്പിക്കുന്നത്. അത് മുഴുവൻ കേരളീയർക്കും വേണ്ടി പറയുന്ന കാര്യമാണ്, ഒരു പാർട്ടിയുടെ കാര്യമല്ല. മറിച്ച് അരുൺ വാദിക്കുന്ന ഒരു കാര്യം ഞങ്ങളെല്ലാ കാര്യവും ചെയ്തെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവർ വോട്ട് ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ തന്നെ ഭരിക്കുമെന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന് ഭൂഷണമായൊരു നിലപാടല്ല എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, അതിദരിദ്ര വിമുക്ത കേരളമെന്ന് പ്രഖ്യാപിച്ചു. എന്തായി പറയുന്നു? ഈ ദാരിദ്ര്യമെന്ന് പറയുന്നത് സ്വയം വരിക്കുന്നൊരു സംഗതിയല്ല, അത് നമ്മുടെ സംവിധാനത്തിലൂടെ രൂപപ്പെട്ടു വരുന്നൊരു കാര്യമാണ്. അത് ഇനിയും ആവർത്തിച്ചുകൊണ്ട് അതിദരിദ്രം ഇനിയും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതങ്ങനെ തന്നെയാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. പൂർണ്ണമായി ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിലൊരു പ്രശ്നമുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, ഞാൻ പറയുന്ന ഒരു കാര്യം, അതിദരിദ്ര വിമുക്ത കേരളം എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം? അപ്പോൾ ഇവിടെ ഈ വീടില്ലാത്തവരും ഇവിടെ നിത്യേന ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള എത്രയോ മനുഷ്യരുള്ളപ്പോഴാണ് നമ്മളിത് പറയുന്നത്. അങ്ങനെയല്ല അതിനെ കാണേണ്ടതാണ് നമ്മൾ വിമർശനം ഉന്നയിക്കുന്നത്. ഞാൻ പറയുന്നൊരു കാര്യം, ജനാധിപത്യത്തിനകത്ത് തുടർ ഭരണമെന്നത് ഏത് രൂപത്തിലായാലും തുടർ ഭരണമെന്നത് അപകടം. ഇപ്പം മോഡിക്ക് ഇന്ത്യ ഭരിച്ച് ഏറ്റവും അവസാനം ഇപ്പം കർഷകർ പ്രക്ഷോഭത്തിലാണ്. അമേരിക്കയ്ക്ക് കാർഷിക മേഖല തുറന്നു കൊടുക്കുന്ന പുതിയ അഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വലിയ തകർച്ചയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ നേരിടുന്നത്. അപ്പോൾ പക്ഷേ ജനം മുഴുവൻ അവർക്ക് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ശരിയാണെന്നാണോ? അവരും വീടുകൾ ക്യാമ്പയിൻ നടത്തുന്നുണ്ടാവും. അപ്പോൾ വീടുകൾ ക്യാമ്പയിൻ നടത്തുക അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നത് ഒരു ഭരണഘടനാ മൂല്യത്തെയും ജനാധിപത്യ മൂല്യത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും. തുടർ ഭരണം അതിനെതിരാണെന്നാണ് ഈ പറയുന്ന കാര്യം. അത് ഏതെങ്കിലും പാർട്ടിയോടുള്ള വിരോധം കൊണ്ട് പറയുന്നതല്ല, ഏതെങ്കിലും ഭരണാധികാരിയോടുള്ള വിരോധം കൊണ്ട് പറയുന്നതല്ല. അവർക്ക് ഇപ്പോൾ കേരളത്തിലെ ദളിതരടക്കമുള്ള ആദിവാസികളടക്കമുള്ള വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിരവധി ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇതെങ്ങനെ പറയുന്നത് പിണറായി വിജയനുള്ള വിരോധമാണെന്ന് നിങ്ങൾ കരുതിയാൽ എനിക്കൊന്നും പറയാനില്ല. തെളിവ് തരാം. തെളിവ് കഴിഞ്ഞ 24-25 വർഷം 113 അട്രോസിറ്റി കേസുകൾ രജിസ്റ്റർ ചെയ്ത സ്ഥലത്ത് എന്ത് നടപടിയെടുത്തു, എന്ത് കാര്യം നടന്നു, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും. അപ്പോൾ സമൂഹത്തിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരുന്നാൽ മതി എന്നുള്ള രീതിയിൽ ജനാധിപത്യത്തിൽ സംസാരിക്കരുത്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേരളത്തിൽ തുടർച്ചയായി ഇടതുമുന്നണി അധികാരത്തിൽ വരുന്നു, CPIMന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി അധികാരത്തിൽ വരുന്നു, പിണറായി വിജയൻ തുടർച്ചയായി 2ാം തവണയും മുഖ്യമന്ത്രിയായി പൂർത്തിയാക്കുന്നു. ഈ ഘട്ടത്തിൽ വരുന്ന വിമർശനവും അത് ബംഗാളിനെ താരതമ്യം ചെയ്തുകൊണ്ടാണ് എന്നുള്ളതുകൊണ്ടും നമ്മൾ CPIMലേക്ക് നിൽക്കുന്നു. പക്ഷേ CPIMന് അഭിപ്രായമുണ്ടോ ദേശീയ തലത്തിൽ കേന്ദ്രത്തിൽ ഈ BJPയുടെ ഭരണം ഇങ്ങനെ തുടർന്നു പോകുന്നത് ശരിയായ രീതിയാണ്, ഇത് കൊള്ളാവുന്ന ഏർപ്പാടാണ്, അത് ജനാധിപത്യമാണല്ലോ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെയല്ലേ പോകേണ്ടത് എന്ന ആ ചിന്ത അല്ലെങ്കിൽ അങ്ങനെ അത് ആലോചിച്ച് കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് പറ്റുമോ അരുൺ? ഞാൻ അതിലേക്ക് വരാം. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി 2 തവണ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി. ഒന്ന്, ശ്രീ സച്ചിദാനന്ദ മാഷ് സംഘപരിവാറാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നതാണ്. ഞാൻ അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടില്ല. 3 തവണയാണ് അദ്ദേഹത്തെ ആവർത്തിച്ചത്. ഞാൻ അദ്ദേഹത്തെ എല്ലാ തരത്തിലും ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ചർച്ചയിൽ തുടങ്ങിയത്. അദ്ദേഹത്തിനുള്ള വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഔന്നത്യത്തെയും അതുപോലെ തന്നെ ഇടപെടലിനെയും എല്ലാം പ്രകീർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചർച്ചയുടെ ഭാഗമായിട്ട് മാറിയത്. പിന്നെ എന്തിനാ ഈ കോൺഗ്രസ് പ്രതിനിധി ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, നുണ പറയുന്നത്?
ഇപ്പൊ എഴുതിക്കൊണ്ട് വന്ന KPCC ഓഫീസിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നതെല്ലാം വായിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് CPM ബന്ധുക്കളും സഹയാത്രികരും അവരും ഇവരും എല്ലാം CPM-നെതിരെ നീങ്ങി എന്ന് ഞാൻ പറഞ്ഞു. ഇതൊന്നും ഞാൻ പറഞ്ഞ വാചകമല്ല, ഇത് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കണല്ലേ. അപ്പൊ അങ്ങയുടെ വാദം അങ്ങ് പറഞ്ഞോ, വിമർശിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയാത്ത വാചകം എന്റെ തലയിലേക്ക് വെക്കാൻ ശ്രമിക്കരുത്. പിന്നെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പൊ ഈ 2-3 നേതാക്കന്മാരുടെ പേര് പറഞ്ഞിട്ട് ആ നേതാക്കന്മാരൊക്കെ ഇപ്പൊ എവിടെ എന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ. നിങ്ങളുടെ KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ K. സുധാകരൻ. ആ കണ്ണൂര് 10-14 മണ്ഡലത്തില് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥ വന്നപ്പോ ആ സ്റ്റേജിൽ പോലും കയറ്റി ഇരുത്താൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹം ബഹിഷ്കരിച്ചിറങ്ങിപ്പോയതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ നിരവധി ഉദാഹരണം ഞാൻ പറയാം. അപ്പോ ബാലിശമായിട്ട് ഇത്തരം വാദെടുക്കണ്ട. പിന്നെ പ്രതിപക്ഷമാണ് ശരി, ആ ചൂരൽമല മുണ്ടക്കൈയിൽ പിരിച്ച പണവും ആ പണം പിരിക്കാൻ ഉപയോഗിച്ച ആപ്പ് എവിടെയെന്നും എല്ലായിടത്തും നിങ്ങൾ കൊണ്ടത് കല്ലിടാറുണ്ട്. അവിടെ ഒരു കല്ല് പോലും ഇടാത്തതൊക്കെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ സണ്ണി M. കപ്പിക്കാടിനും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലൊന്നും ഇത് വന്നാലും പറയില്ല. കാരണം ഒരു പ്രതിപക്ഷം ജനങ്ങളെ കബളിപ്പിച്ച് ഏത് സമയത്താ പ്രകൃതി ദുരന്തത്തിന്റെ മൂർധന്യ സാഹചര്യത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലിന്റെ 3ാമത്തെ വലിയ ഉരുൾപൊട്ടൽ, അതിലാണ് കോടിക്കണക്കിന് രൂപ യൂത്ത് കോൺഗ്രസും മഹാ കോൺഗ്രസും പിരിച്ചിട്ട് ഇതുവരെ ഒരു കല്ല് പോലും ഇടാൻ പറ്റാതെ ജനങ്ങളെ വഞ്ചിച്ചത്. സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എത്ര ദിവസം ജയിലിൽ കിടന്ന്, എത്ര പെൺകുട്ടികളാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷൻ കയറി നടക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത് ഈ പ്രതിപക്ഷം ഭയങ്കര പ്രതിപക്ഷമാണെന്ന്. അപ്പൊ ആയിക്കോട്ടെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസം ഇപ്പൊ പറഞ്ഞില്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാചകം, അധികാരം കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും. ഇത് രാമായണം വായിക്കണല്ല. അധികാരം കിട്ടിയില്ലെങ്കിൽ ശ്രീ VD സതീശൻ വനവാസത്തിന് പോകുമെന്നാ പ്രഖ്യാപിച്ചത്. ബഹുമാനപ്പെട്ട സണ്ണി M. കപ്പിക്കാട്, ഒരു ജനാധിപത്യത്തിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ജനനേതാവ് ഇത്തരത്തിൽ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അധികാരം കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന്. നമ്മളൊക്കെ പൊതുപ്രവർത്തകരായിട്ട് പ്രവർത്തിക്കുന്നത് അധികാരത്തിന് വേണ്ടിയിട്ടാണോ? ഒരധികാരവുമില്ലാതെ സ്വന്തം ജീവൻ നാടിന് വേണ്ടി ബലിയർപ്പിച്ച എത്രയോ ധീരദേശാഭിമാനികൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ ചരിത്രത്തിന്റെ താളുകളിൽ ഒരു വരി പോലും കുറിച്ച് സ്വന്തം പേര് കുറിക്കാൻ പറ്റാതെ വന്ന എത്രയോ ധീര രക്തസാക്ഷികളുടെ നാട്ടിലാണ് അധികാരം കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിൽ നിന്ന് പോകുമ്പോൾ അതെന്തോ മഹാപ്രവർത്തിയായിട്ട് കാണിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇതേ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ന്യൂസ് മേക്കർ അവാർഡ് കൊടുത്തു മനോരമ ഒരു പ്രധാനപ്പെട്ട നേതാവ് K. സുധാകരന്. അദ്ദേഹത്തിന്റെ അവസ്ഥയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഈ തവണയും കൊടുത്തിട്ടുണ്ട്. ഇന്ന് പറയുന്ന ന്യൂസ് നാളെ അദ്ദേഹം തന്നെ തിരുത്തി പറയും, പിറ്റേ ദിവസം അദ്ദേഹം തന്നെ വീണ്ടും തിരുത്തും. അപ്പൊ 3 തിരുത്തു വരുമ്പോൾ ഒരു വാർത്ത 3 വാർത്തയായി മാറും. അപ്പൊ പിന്നെ ന്യൂസ് മേക്കർ ആവൂല. അതായിക്കോട്ടെ. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ കാലമല്ല വിലയിരുത്തേണ്ടത്, നയങ്ങൾ തന്നെയാണ്. ആ നയം ഏറ്റവും സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളായ ജനതയെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഗുണകരമായ നയമാണോ നടപ്പാക്കുന്നത് എന്നതാണ്. അപ്പൊ എന്നോട് ചോദിച്ചത് 10 കൊല്ലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന 12 കൊല്ലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഇപ്പൊ പട്ടിണിയുടെ കാര്യത്തിൽ ഈ രാജ്യം എവിടെയാ? ഈ ഗവൺമെന്റ് വരുമ്പോ എത്രയാ? 107ാം സ്ഥാനത്താണ്. ഈ അയൽവക്ക രാജ്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തിനേക്കാൾ മുന്നിലാണ്. പട്ടിണി ഇല്ല അവിടെ, നമ്മളാ പിന്നിൽ. ആ ഓരോ എടുത്ത് പരിശോധിക്കുക, തൊഴിലില്ലായ്മയും മറ്റു കാര്യങ്ങളും എല്ലാം എടുത്ത് പരിശോധിക്കുക. അങ്ങനെ ഓരോ ഗവൺമെന്റിന്റെ ഇടപെടലുകളും പ്രവർത്തികളും ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിക്കലും അടക്കം പരിശോധിക്കുക. ഓരോ സംസ്ഥാനത്തും BJP അധികാരം തുടരുമ്പോൾ വോട്ടർ പട്ടികയും മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അടക്കം നിരവധിയുണ്ട്. അതുപോലെ പട്ടികയിൽ ഇടം പിടിച്ച അതൊക്കെ ചർച്ച ചെയ്ത് കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു സാഹചര്യമുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിമർശിച്ചോട്ടെ, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചോട്ടെ, പക്ഷെ അതാണ് ശരി എന്ന് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരോ ജനങ്ങളോ ധരിക്കില്ല. കാരണം ഞങ്ങൾ നടത്തിയ ഭരണത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ച ഏറ്റവും സാധാരണക്കാരായ നിരവധി ആളുകൾ നിങ്ങൾ തന്നെ തുടരണം, ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. ഈ കേരളത്തിലെ ജനസംഖ്യ 3.5 കോടി, 2,80,00,000 18 വയസ്സിന് മുകളിലുള്ള ജനസംഖ്യ. അതിൽ 64 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ, 33.5 ലക്ഷം പേർക്ക് വീട്ടമ്മമാർക്ക് പെൻഷൻ, 5 ലക്ഷം യുവജനങ്ങൾക്ക് പെൻഷൻ, 1,05,00,000 പേർ ഗവൺമെന്റിന്റെ പ്രത്യേക കരുതൽ ശ്രദ്ധയുടെ ഭാഗമായിട്ട് മാറുകയാണ്. വികസന പ്രവർത്തനങ്ങളിലേക്ക് സമയമില്ലാത്തതുകൊണ്ട് ചില കാര്യങ്ങളോട് ചോദിക്കാനുണ്ട്. ഞാൻ ആദ്യം ചോദിച്ചു തുടങ്ങിയതിൽ ഒറ്റ വരിയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒറ്റ വരി. അതുകൊണ്ട് ഈ വിമർശനം, ഇതിലും കടുത്ത വിമർശനം വന്നാലും ഞങ്ങൾ അതിൽ ഒരു തരത്തിലും അസഹിഷ്ണുതരാകില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് കൂടുതൽ ആത്മാർത്ഥതയോടെ പരിശോധിക്കും. ഞങ്ങളെ പറ്റി ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞോ? മനോരമ ഞങ്ങളെ പറ്റി പുകഴ്ത്തി പറയുമ്പോൾ EMS പറഞ്ഞ വാചകം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് ഞങ്ങൾ ധരിക്കും.
ഞങ്ങൾ Right. പരിശോധിക്കും, അടുക്കൻ അനിൽ ബോസ്, ഇതിപ്പോ ഭരണ തുടർച്ചയിലേക്ക് ഞാൻ ആദ്യം ചോദിച്ച വീണ്ടും ചോദ്യത്തിലേക്ക് പോകും. തന്നെയാണ് താങ്കൾ ഇത്തരത്തിൽ വരുന്നത്. ഒരു കാരണം ആ ആശങ്കയില്ലാതെ ചോദ്യത്തിൽ എനിക്കൊരു ഭരിക്കുകയും ക്ലാരിറ്റി കിട്ടിയില്ല. കാരണം ഒരു പാർട്ടി തുടർഭരണത്തിൽ ഇരുന്നാൽ, ജനാധിപത്യത്തിൽ തുടർഭരണത്തിൽ ഇരുന്നാൽ ആ പാർട്ടി ദുഷിക്കും എന്നുള്ള നിലപാട് അതായിരുന്നല്ലോ ആത്യന്തികമായി സച്ചിദാനന്ദന്റെ വിലയിരുത്തൽ. ആ വിലയിരുത്തലിനോട് കോൺഗ്രസ് യോജിക്കുന്നുണ്ടോ? അല്ല, ഞാൻ അതിലേക്ക് വരാം. ഞാൻ അരുൺകുമാർ ചർച്ചയ്ക്ക് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 10ാമത്തെ അല്ലല്ല ഒരു സെക്കൻഡ് എനിക്കൊരു സെക്കൻഡ്, ഞാൻ വേറെ കൂടുതൽ ഒന്നിനും മറുപടി പറയുന്നില്ല. ഞാൻ പറഞ്ഞത് അല്ല ഇല്ല, ഞാൻ നിങ്ങൾ അങ്ങനൊന്നും ആകുലപ്പെടണ്ട. ഞാൻ പറഞ്ഞ ഒരു 10-15 അല്ല, ഒരുപാട് തവണ ഇരുന്നിട്ടുണ്ട്. അതിലൊരു 15 തവണ ടേപ്പ് റെക്കോർഡ് ഓൺ ചെയ്യുന്നത് പോലെയാണ് ഇദ്ദേഹം ഈ പാർട്ടി ക്ലാസ്സിൽ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ. ഇതെന്താണെന്ന് ആളുകൾക്ക് പിടികിട്ടത്തില്ല. ഇദ്ദേഹം ആ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ 1000 എണ്ണം പറഞ്ഞു, ഞങ്ങൾ 900 എണ്ണം നടപ്പിലാക്കി. ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ കഴിഞ്ഞ മാനിഫെസ്റ്റോയിൽ ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ് പ്രഖ്യാപിച്ചത്? ഇപ്പോൾ പോലും ആ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒറ്റ കാര്യം. പിന്നെ നിങ്ങൾ വാതോരാതെ സാമൂഹ്യ നീതിയെക്കുറിച്ചും സാമൂഹ്യ പെൻഷനെ കുറിച്ചും പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ തന്നെ ആദ്യമായി പെൻഷൻ പദ്ധതി ആരംഭിച്ച ധനകാര്യമന്ത്രിയുടെ പേര് ആർ ശങ്കർ എന്നാണ്. കൂടുതൽ പെൻഷനുകൾ നടപ്പിലാക്കിയ ആളുടെ പേര് ആർ ശങ്കർ എന്നാണ്. അദ്ദേഹം ഞാൻ ഇടപെട്ടില്ലല്ലോ. താങ്കൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരിക്കുകയല്ലായിരുന്നു. ഞാൻ ആ സഹനം കാണിച്ചല്ലോ. നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? കേരളത്തിലെ 3ാമത്തെ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ആർ ശങ്കറാണ്. അല്ലല്ല, അങ്ങനെ ചോദ്യമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞപ്പോൾ വൺ വേ ട്രാഫിക് ആയിരുന്നല്ലോ, ഞാൻ ഇടപെട്ടില്ലല്ലോ. അപ്പോൾ ആ ഔചിത്യം എന്നോടും കാണിക്കണം, മിനിമം മര്യാദ, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ തൊട്ട് തുടങ്ങിയ സാമൂഹ്യ നീതി പെൻഷൻ, ക്ഷേമ പെൻഷനുകൾ വന്നതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അതിൻ്റെ കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച്, അതിൻ്റെ വർധനവിനെ കുറിച്ച് നമുക്ക് വലിയൊരു ഡിബേറ്റിൽ വേറെ ചർച്ച ചെയ്യാം. ഇവിടെ ഞാൻ ഹർഷൻ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കും. സണ്ണി എം കവിക്കാടും അത് പറഞ്ഞു. പക്ഷേ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ഇഷ്ടമില്ലാത്ത അഭിപ്രായം പറഞ്ഞാൽ സണ്ണി എം കവിക്കാട് പറഞ്ഞത് നുണയാണ്, അനിൽ ബോസ് പറഞ്ഞത് നുണയാണ്. അങ്ങനെ നമ്മളൊരു ശരിയായ രീതി അല്ല, അതങ്ങനെ ഒരു രീതി ആയിട്ട് മുന്നോട്ട് പോകണ്ട. നിങ്ങൾ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ കള്ളമാണെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? യാതൊരു വസ്തുതയുടെയും പിൻബലമില്ലാന്ന് ബോധ്യം ഉണ്ടായിട്ട് ഞാൻ താങ്കൾ പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു മിനിമം മര്യാദയൊക്കെ ചർച്ചയിൽ പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ താങ്കൾ പറഞ്ഞ ശരിയാണ്, ഭരണ തുടർച്ച ഉറപ്പായിട്ടും ഞാൻ ഈ ചർച്ചയിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ ഭരണകാലയളവിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ 57 EMS വന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു എന്നല്ല. ഇവിടെ 47 തൊട്ട് ഇങ്ങോട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണം, ലാൽ ബഹദൂർ ശാസ്ത്രി, ഗുൽസാർലാൽ നന്ദ, ഇന്ദിരാഗാന്ധി, അങ്ങനെ വന്ന ഭരണത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. രാജ്യത്തെ സൃഷ്ടിക്കുന്നതിൽ, രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾ ഉണ്ടാക്കൽ, കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ട് ഈ രാജ്യത്തെ വികസന പ്രക്രിയയിലൊക്കെ വലിയ പങ്കാളിത്തമുണ്ട്. പക്ഷേ വലിയ പങ്കാളിത്തം ഉള്ളപ്പോൾ തന്നെ ഞാൻ തുറന്ന് അംഗീകരിക്കുന്നതിന് ഞാനെന്തിനാണ് മടിക്കുന്നത്? അതിൻ്റെ അകത്ത് അധികാരത്തിൻ്റെ ഏജൻറ്റുമാരായി വന്നിട്ടുള്ള ആളുകൾ, ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ നേരിടുന്ന, അല്ലെങ്കിൽ നരേന്ദ്രമോദി നേരിടുന്ന ഇന്നലകളിൽ കോൺഗ്രസ് നേരിട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൽ വളർന്നു വന്ന് തലപ്പത്ത് വന്നതിന് ശേഷം അതിൻ്റെ അകത്ത് സാമ്പത്തിക താല്പര്യങ്ങളോ വഴിവിട്ട താല്പര്യങ്ങളോ കടന്നുകൂടിയിട്ടുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ കോൺഗ്രസിൽ നിന്ന് അകറ്റിയിട്ടുണ്ടെന്നേ. അതിനെന്താ തർക്കം? അധികാരം കുറച്ചേറെ ആകുമ്പോൾ അതിൻ്റെ അകത്ത് അധികാരത്തിൽ ഇരിക്കുന്നവർ പോലും അറിയാതെ അവരുടെ സ്തുതിപാഠകരും ഉപജാപക വൃന്ദങ്ങളും വരുമ്പോൾ സ്വാഭാവികമായും നശിപ്പുണ്ടാവും, നാശമുണ്ടാവും, ക്ഷീണമുണ്ടാവും, പ്രത്യയശാസ്ത്ര മൂല്യച്യുതി ഉണ്ടാവും. അതിന് തർക്കം എന്താ കാര്യത്തിൽ? അതിൻ്റെ പരിണത ഫലമായി കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ടെന്നേ. കോൺഗ്രസിൻ്റെ ക്ഷീണകാലത്ത് കോൺഗ്രസിൽ നിന്നും, അതായത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ അധികാരമില്ലാതാകുക എന്നുള്ളതാണ് ക്ഷീണകാലം ഉദ്ദേശിക്കാവുന്നത്. അങ്ങനെ ക്ഷീണകാലത്ത് ഇതിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് എത്രയോ ആളുകൾ ഈ പാർട്ടി വിട്ടുപോയി. പോയവരുടെ സ്ഥിതി എന്താണെന്ന് പിന്നീട് പരിശോധിക്കുക. അത്യപൂർവ്വം ഒന്നോ രണ്ടോ പേർക്ക് പൊട്ടന് ലോട്ടറി അടിച്ച പോലെ ചില പദവികൾ കിട്ടി എന്നതൊഴിച്ചാൽ, അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ഉണ്ടായി എന്നൊഴിച്ചാൽ, രാഷ്ട്രീയമായി രാജ്യത്തിന് എന്ത് നേട്ടമുണ്ടായി? അല്ലെങ്കിൽ അവർ പോയ പ്രസ്ഥാനത്തിന് അവരെ കൊണ്ട് എന്ത് നേട്ടമുണ്ടായി? ഇപ്പോൾ ഇവിടെ ദേവികുളത്ത് MLA ആയിരുന്ന ആളാണല്ലോ രാജേന്ദ്രൻ. BJP പോയില്ലേ? CPM-ൻ്റെ MLA അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പോയ ഒരുപാട് ആളുകളുടെ കഥ പറയാനുണ്ടെന്നേ, നമുക്ക് ഓരോ പാർട്ടിക്കും പറയാനുണ്ടാവും. പക്ഷേ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ ഇതിൻ്റെ അകത്ത് ഹർഷനാണെങ്കിലും അരുണാണെങ്കിലും സണ്ണി എം കവിക്കാടാണെങ്കിലും അനിൽ ബോസ് ആണെങ്കിലും നമ്മൾ ഉയർത്തുന്ന പ്രത്യയശാസ്ത്ര രാഷ്ട്രീയമുണ്ട്, നമ്മളതിൽ വിശ്വസിക്കുന്നു. അതിൻ്റെ അകത്തെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് ചർച്ചയിൽ പങ്കെടുക്കുന്നതിലൊന്നും അർത്ഥമില്ല. ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട് എന്നൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ
അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് മിനിമം മര്യാദയാണ്. റൈറ്റ്. എന്തായാലും ഈ നമുക്ക് പഠിക്കാം, ആത്യന്തികമായി എല്ലാ പരിശോധിക്കാം, തിരുത്താം. സിസ്റ്റത്തിനും ആ കോൺഗ്രസ് സിസ്റ്റത്തിൻ്റെതായ പാർട്ടി ചില എല്ലാം പ്രശ്നങ്ങളുണ്ട്. തെളിഞ്ഞതാണെന്ന് എനിക്ക് ഇപ്പോൾ അഭിപ്രായമില്ല. രാജാധിപത്യത്തിലായാലും ഏകാധിപത്യത്തിലായാലും ഒക്കെ അതുകൊണ്ട് ഉണ്ടാകുന്ന അത് ഒരാൾ പ്രശ്നങ്ങളുടെ ഒരു ചൂണ്ടിക്കാണിക്കുമ്പോൾ തുടർച്ച എന്ന മട്ടിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം എന്താണ് അല്ല, എന്ന് അത് നോക്കിയാൽ correct ജനാധിപത്യത്തിൽ ചെയ്യാൻ. ചില പ്രശ്നങ്ങൾ ഇങ്ങനെ ചില ഒരു പ്രശ്നങ്ങളുണ്ട്. സെക്കൻഡ്. ആ പ്രശ്നങ്ങളെ എനിക്ക് ഹർഷൻ, സമയപരിധി അതിന്റെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒറ്റ വരിയേ ഉള്ളൂ. അവസാനിപ്പിക്കുകയാണ് ശ്രീ അനിൽ ബോസ്. ആ പ്രശ്നങ്ങളെ നമ്മൾ തീർച്ചയായും അഡ്രസ് ചെയ്യണം, ചർച്ച ചെയ്യണം. സഹിഷ്ണുതയോടെ തന്നെ ആ ചർച്ചകൾ എല്ലാവരും കേൾക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ജനവിധി എന്ന്. ആ ജനവിധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയോ ഇടപെടലോ ഉണ്ടാവുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായും അതിനെ എതിർക്കുകയും വേണം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ സണ്ണിയം കപ്പിക്കാട്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അഡ്വക്കേറ്റ് അനിൽ ബോസ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഫയർ ചോദിച്ച ചോദ്യം ഇതാണ്: തുടർഭരണം CPIM-നെ ദൂഷിപ്പിക്കുമോ എന്ന്. ഇതുവരെ വോട്ടിംഗ് പ്രകാരം 23% പേർ ദൂഷിപ്പിക്കും എന്ന് പറയുന്നു, 77% പേർ അല്ല എന്നും പറയുന്നു. ഈ ഘട്ടത്തിലാണ് വോട്ടിങ്ങിൽ കൂടുതൽ സജീവമായ ആളുകൾ ഇടപെട്ടത് എന്ന് തോന്നുന്നു. എന്തായാലും ഈ ചർച്ച തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ മറ്റ് ആംഗിളുകൾ കൂടി നമ്മൾ തീർച്ചയായും RDX-ൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു എഡിറ്റോറിയൽ പൊസിഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ RDX-ൽ നോക്കുന്നുണ്ട്. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു.